പ്രകാരം ദൈവം അവർക്ക് ഒരുക്കിയിരിക്കുന്ന തുണകൾ മാത്രം ലഭിപ്പാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. നിങ്ങൾ എന്റെ നാമത്തിലൊന്നും അപേക്ഷിച്ചിട്ടില്ല, അപേക്ഷിപ്പീൻ, എന്നാൽ നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുമെന്ന് നൽകിത്തരാം. ദൈവത്തിന്റെ വാഗ്ദത്തമാകുന്നു. ഹല്ലേലൂയ. ഈ രാത്രിക്കാലം വിവാഹം കഴിക്കേണ്ട കുഞ്ഞുങ്ങൾ, വിവാഹപ്രായ പൈതങ്ങൾക്ക് മാനവരാക്ക പ്രാർത്ഥിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ദൈവം അവരുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരവരട്ടെ. ഉടബാലബാലമകശാലാധാര വീജാലകര സന്തലമജല തലമുറ ഉയർച്ചനെ കൊണ്ടുവരുവാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. അവരുടെ വലിയ ടെസ്റ്റുകളിലെല്ലാം വലിയ നല്ല ഗ്രേഡ് വാങ്ങുവാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. തെളിഞ്ഞ ബുദ്ധി ദൈവം നൽകുമാറാകട്ടെ. മന്ന ബുദ്ധിയല്ല, അജ്ഞാനികളായിട്ടല്ല, ദൈവം നമുക്ക് തെളിഞ്ഞ ബുദ്ധി ജ്ഞാനവും നൽകുവാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. യാത്ര ചെയ്യുമ്പോൾ വാഹനങ്ങളെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ തിരു സാന്നിധ്യം കുഞ്ഞുങ്ങളോടുകൂടെ പോകുവാൻ ദൈവത്തോട് നമുക്ക് അപേക്ഷിക്കാം. അവിടുന്ന് മുൻപനെ പിൻപനെയുള്ള ഒരു മഹാവീരനെ പോലെ നമ്മുടെ കുഞ്ഞുങ്ങളോടും കൂടെ ഇരിക്കട്ടെ. വീപാരപാലക ശന്തലമജല സ്വർഗ്ഗത്തിലെ ദൈവം എല്ലാവരെയും ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. ഇപ്പോൾ ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും സിസ്റ്റർ റനീജ ജോർജ്. ഇപ്പോൾ ഒരു ഗാനം ആലപിക്കും. ആ പാട്ട് നമുക്ക് ശ്രദ്ധിക്കാം. പാട്ടിനായി കർത്താവിന്റെ ദാസിയെ ക്ഷണിക്കുന്നത് നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. സന്തോഷിച്ച് ആനന്ദിച്ചിരുന്നാട്ട്. ഹല്ലേലൂയ. I praise the Lord. പ്രാണപ്രിയ യേശുനാഥ, ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. പ്രാണപ്രിയ ജീവൻ തന്ന സ്നേഹമേ, നഷ്ടമായി പോയ എന്നെ ഇഷ്ടനാക്കി തീർത്തനാഥ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മറ്റും തരുന്നിതാ. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എന്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. തള്ളപ്പെട്ട എന്നെ നിന്റെ പൈതലാക്കി തീർത്തുവല്ലോ. എന്റെ പാപം എല്ലാം പോക്കി എന്നെ മുഴുവൻ സൗഖ്യമാക്കി. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മറ്റും തരുന്നിതാ. എന്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റെതെല്ലാം നിനക്കു മാത്രം, എന്നെ മറ്റും തരുന്നിതാ. എന്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം,
ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എൻ്റെ ധനവും മാനമെല്ലാം നിന്റെ മഹിമയ്ക്കായി മാത്രം. ലോകസ്നേഹം തേടുകില്ല, ജീവിക്കും ഞാൻ നിനക്കായി മാത്രം. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. എൻ്റെ സ്നേഹം നിനക്കു മാത്രം, വേറെ ആരും കവരുകില്ല. എന്റേതെല്ലാം നിനക്കു മാത്രം, എന്നെ മുറ്റും തരുന്നിതാ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. കർത്താവ് ഐശ്വര്യമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അനുഗ്രഹിക്കപ്പെട്ട പാട്ടിനായി കർത്താവിനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. പൊന്നോടെ പുത്രനെ തരുവാൻ പിതാവിന് പ്രസാദം തോന്നി, പുത്രനെ തകർത്തുകളയുവാൻ യഹോവയ്ക്ക് ഇഷ്ടം തോന്നി. നമ്മെ വീണ്ടെടുത്തു, നമ്മെ മക്കളാക്കി തീർത്തു. സകല നന്മകളും അനുഗ്രഹങ്ങളും സ്വർഗത്തിലെ ആത്മീയവും ഭൗതികമായ സകല അനുഗ്രഹങ്ങളും തരുവാൻ പിതാവ് തിരുവുള്ളം പ്രസാദിച്ചു പുത്രനെ നമുക്ക് വേണ്ടി തന്നു. ഹല്ലേലൂയ. ഓ, നമുക്കുള്ളതെല്ലാം നമ്മുടെ കർത്താവിന് ആ പാട്ടിന്റെ ഓരോ വരികളും എത്ര അനുഗ്രഹിക്കപ്പെട്ട. ഹല്ലേലൂയ. സ്തോത്രം. നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ചു. പാപം ഹല്ലേലൂയ സമുദ്രത്തിന്റെ ആഴത്തിലിട്ട് കളഞ്ഞിരിക്കുന്നു. ഹല്ലേലൂയ. ഒരു കാലത്തും പൊങ്ങി വരികയില്ല. നമ്മുടെ സകല കുറവുകൾ ക്ഷമിച്ചു. ഹല്ലേലൂയ. നമ്മളെ താഴ്ത്തി ഏൽപ്പിച്ച് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. പാട്ടിന്റെ സ്വരം കേൾക്കുന്ന ദൈവം പാട്ടോട് മഹാരാജാവിനെ സ്തുതിപ്പാൻ അനുഗ്രഹിക്കപ്പെട്ട പാട്ടിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കും. തുടർമാനം കർത്താവിന്റെ ദാസൻ ദൈവവചനം ഹല്ലേലൂയ പഠിപ്പിക്കുവാൻ പോകുന്ന തിരുവചനത്തിന്റെ വാതിൽ തുറന്നു കിട്ടേണ്ടതിന് പരിശുദ്ധാത്മാവിന്റെ നിറവില് ദൈവത്തിന്റെ അത്യന്ത ശക്തി ശരീരത്തിൽ ആവരിപ്പിച്ചു. ഹല്ലേലൂയ. ദൈവത്തിന്റെ അരുളപ്പാട്, തിരുവചന സത്യങ്ങൾ, മർമ്മങ്ങൾ, പൊരുളുകൾ രാത്രികാലം പരിശുദ്ധാത്മാവിന്റെ നിറവില് നമ്മൾ സംസാരിപ്പാൻ തക്കവണ്ണം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ സഹായിപ്പിക്കുന്ന ഒരാൾക്ക് ശബ്ദം ചുരുക്കമായി പ്രാർത്ഥിക്കാം. എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ ഒരാൾ പ്രാർത്ഥിക്കാം. സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, സന്ധ്യാസമയത്ത് കർത്താവേ ഞങ്ങളോട് ബലപ്പെടുത്തേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന കർത്താവേ സ്തോത്രം. കർത്താവെ യഹോവയെങ്കിലും സന്തോഷം ഞങ്ങളുടെ ബലമാകിയാൽ ഇന്ന് രാത്രികാലം ഞങ്ങളുടെ യഹോവയെങ്കിൽ കർത്താവെ സന്തോഷിപ്പാൻ തക്കോണം നീ അവിടുത്തെ ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. ഈ ദേശത്തിന്റെ നാനാഭാഗത്തിൽ നിന്നുകൊണ്ട് കർത്താവെ ഇന്ന് രാത്രികാലം നിന്റെ ശബ്ദം ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. ആയിരിക്കുന്ന ശാന്തതയോടൊന്ന് സൂക്ഷിക്കുകയും പരിപാലിക്കുകയും ചെയ്തതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ. ഇന്ന് രാത്രികാലം ഞങ്ങൾ അല്പസമയം നിന്റെ സന്നിധിയിൽ ഇരിക്കുന്നത് കർത്താവെ സ്തോത്രം. ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ, വിടുതലിന് കാരണമായി തീരുവാൻ കർത്താവെ സ്തോത്രം നീ അവിടുത്തെ ഇടയാക്കേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. രാത്രികാലം അനുഗ്രഹിക്കപ്പെട്ട പാട്ട് നീ അവിടെ തന്നതിനാണ് സ്തോത്രം. ദൈവത്തിന്റെ സ്നേഹത്തെ കുറിച്ച് പാടുവാൻ കർത്താവെ അത് ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ തക്കവണ്ണം കർത്താവിന്റെ ഇടയാക്കിയതിനാണ് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്ന കർത്താവെ സ്തോത്രം. ഇന്ന് രാത്രികാലം പാട്ടുപാടി കർത്താവെ അവിടുന്ന് ദൈവം അവിടുന്ന് അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്ന അനേക പുതിയ പാട്ടുകൾ പാടുവാൻ സ്വർഗം അവിടുന്ന് ബലപ്പെടുത്തേണ്ടതിനായിട്ട് പ്രാർത്ഥിക്കുന്ന കർത്താവെ സ്തോത്രം. ഇന്ന് രാത്രികാലം ഞങ്ങൾ കർത്താവെ സ്തോത്രം നിന്റെ പാദമിടത്തിങ്കലായിരിക്കുന്ന കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹമായി തീരുവാൻ കർത്താവെ നീ അവിടുന്ന് ഇടയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. വചനം സംസാരിക്കുന്നതിന്റെ ദാസനെ ഇന്ന് രാത്രികാലം കർത്താവെ നിന്റെ ബലമുള്ള കരങ്ങളിലേക്ക് ഞങ്ങൾ തരികയാണ് കർത്താവെ സ്തോത്രം. ആത്മാവിന്റെ ശക്തിയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് കർത്താവെ സ്തോത്രം നിന്റെ സത്യത്തെ പ്രസ്താവിപ്പാൻ ഞങ്ങളുടെ ജീവിതത്തിൽ കേട്ടിട്ടില്ലാത്ത അനേക മർമ്മങ്ങൾ കേൾക്കുവാൻ അത് പരിഗണിച്ച് കർത്താവെ ഞങ്ങളോട് പറയുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ നിന്റെ ഭക്തനെ അവിടുന്ന് കർത്താവ് നിറച്ചു പോകേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ സ്തോത്രം. ആ ക്രൂശിന്റെ പറവില്
പറഞ്ഞു നിന്നുകൊണ്ടിരുന്ന സത്യത്തെ പ്രോത്സാഹിപ്പാൻ കർത്താവിന്റെ രാത്രികാലം ബലപ്പെടുത്തിക്കൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രികാലം പ്രേമയിൽ കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദൈവവചനം കർത്താവേ സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തിന് വിടുതലിന് കാരണമായി തീരുവാൻ സ്വർഗ്ഗമോട് നിലയാക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വചനാതിവേഗം ഓടുന്നതാണ് ഞങ്ങൾ അറിയുന്നു. അപ്പൊ അനേക ജീവിതങ്ങൾക്ക് വിടുതലയക്കുന്നതാണെന്ന് കർത്താവേ ഇന്ന് രാത്രികാലം ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, നിന്റെ വചനം കർത്താവേ സ്തോത്രം കാലിന്റെ ദീപമാകിയാൽ ഈ ദിവസങ്ങളിൽ നിന്റെ വചനങ്ങൾ ഞങ്ങൾ കേൾക്കുന്നവരാരും ശിക്ഷാവിധിക്ക് കാരണമായി തീരാതെ വെള്ളം കർത്താവേ ഞങ്ങളുടെ ജീവിതത്തിൽ അറുപത് മതിയായി ഫലമായി ഞങ്ങൾ കിടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ സ്തോത്രം ദൈവത്തിന്റെ ശബ്ദത്തിന്റെ രാത്രികാലം കേൾക്കുവാൻ കർത്താവേ സ്തോത്രം ഞങ്ങൾ അഭിവാസിയോടെ ആയിരിക്കുമ്പോൾ കർത്താവേ രാത്രികാലം വ്യക്തിയാലതിയോട് നിറയ്ക്കണമേ, അഭിഷേകത്താൽ അവിടുന്ന് നിറയ്ക്കണമേ കർത്താവേ. അതാത് സ്വരൂപേ നടുക്കിയ ദൈവത്തിന്റെ ശബ്ദം, പെരുമാറ്റങ്ങളെ പ്രസരിക്കുവാനാക്കിയ ദൈവത്തിന്റെ ശബ്ദം കർത്താവേ പെരുവെള്ളത്തിന്മീതെ മുഴിയ ആ ദൈവത്തിന്റെ ശബ്ദം ഇന്ന് രാത്രികാലം കൂടെ ഞങ്ങളെല്ലാവരും കേൾക്കുവാൻ സ്വർഗത്തിലെ ദൈവോട് നിലയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവഭയത്തോടെ ഉള്ളിലോടെ ആയിരിക്കാൻ അദ്ദേഹത്തിന്റെ മുൻപിൽ കർത്താവേ അതേ കഴിവാനുള്ള മനസ്സുമായി ഇന്ന് രാത്രികാലം ഞങ്ങൾ ിരിക്കുന്നു. അതിന് കേൾക്കുന്ന പ്രിയപ്പെട്ടവർക്ക് കർത്താവേ അത് അനുഗ്രഹത്തിന് കാരണമായി തീരുവാൻ വിടുതലിന് കാരണമായി തീരുവാൻ കർത്താവേ രാത്രികാലത്തോട് അനുഗ്രഹിക്കേണ്ടതായി ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കേണ്ടതിനായി ഞങ്ങളോടോട് അപേക്ഷിക്കുന്ന കർത്താവേ സ്തോത്രം. ഞങ്ങൾ തുടർന്നിരിക്കുന്ന സമയം കർത്താവേ നിന്റെ സന്നിധിയോടെ സന്നിധിയോടുകൂടെ ആയിരിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. താഴ്ചകളുടെ കരത്തിലേക്ക് തരുന്നു തന്നെ. ആമേൻ. ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലസ് യു. യഹോവയുടെ വചനം തീ പോലെയും പാറയെ തകർക്കുന്ന ചുറ്റിയ പോലെയും ആയിരിക്കുന്നു. തേനിലും തേൻകെട്ടിലും മധുരമേറിയ ദൈവവചനം. ഹാലേലൂയ പറയുന്നു, ഞാൻ നിന്റെ വചനങ്ങളെ കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. അതെന്റെ ഹൃദയത്തിന് ആനന്ദവും മനസ്സിന് സന്തോഷവും. ഹാലേലൂയ. വളരെ പ്രാർത്ഥനയോടുകൂടെ എല്ലാവരും ആയിരിക്കാം. തിരുവചന സൂക്ഷിക്കായി കർത്താവിന്റെ ദാസനെ ക്ഷണിക്കുന്നു. പാസ്റ്റർ ജോൺ വർഗീസ്. താങ്ക് യു പാസ്റ്റർ. ഇന്ന് രാത്രി ദൈവസന്നിധിയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. വേഗം വരുവാൻ പോകുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ ധന്യമേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുകയും ചെയ്യുന്നു. ഹോശേയ പ്രവചനത്തിന്റെ 2ാം വിഭാഗമാണല്ലോ നാം പഠിക്കുന്നത്. 1-ാം വിഭാഗമായ 1, 2, 3 അധ്യായങ്ങൾ പഠിക്കുവാൻ നമുക്ക് കർത്താവ് കൃപ ചെയ്തു. കഴിഞ്ഞ ആഴ്ച മുതൽ 2ാം ഭാഗത്തിലേക്ക് പ്രവേശിപ്പാൻ കർത്താവ് നമ്മളെ സഹായിച്ചിരിക്കുകയാണ്. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ 19-ാം വാക്യം വരെ ആരെങ്കിലും വായിച്ച് സഹായിക്കണം. താങ്ക് യു. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾക്കുവീൻ. യഹോവയ്ക്ക് ദേശ നിവാസികളോടൊരു വ്യവഹാരമുണ്ട്. ദേശത്ത് സത്യവുമില്ല, ദയയുമില്ല, ദൈവപരിജ്ഞാനവുമില്ല. അവർ ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു, കുല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. അതിലെ സകല നിവാസികളും, വയലിലെ മൃഗങ്ങളും, ആകാശത്തിലെ പറവുകളും ക്ഷീണിച്ചു പോകുന്നു. സമുദ്രത്തിലെ മത്സ്യങ്ങളും ഇല്ലാതെയാകുന്നു. എങ്കിലും ആരും വാദിക്കരുത്, ആരും ശാസിക്കുകയും അരുത്. നിന്റെ ജനമോ പുരോഹിതനോട് വാദിക്കുന്നവരെ പോലെ ഇരിക്കുന്നു. അതുകൊണ്ട് നീ പകൽ സമയത്ത് ഇടറി വീഴും, പ്രവാചകനും നിന്നോടുകൂടെ രാത്രിയിൽ ഇടറി വീഴും. നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും. പരിജ്ഞാനമില്ലായാൽ എന്റെ ജനം നശിച്ചു പോകുന്നു. പരിജ്ഞാനം ത്യജിക്കൊണ്ട് നീ എനിക്ക് പുരോഹിതനായിരിക്കാത്തവണ്ണം ഞാൻ നിന്നെയും ത്യജിക്കും. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാനും നിന്റെ മക്കളെ മറക്കും. അവർ പെരുകുന്തോറും എന്നോട് പാപം ചെയ്തു. ഞാൻ അവരുടെ മഹത്വത്തെ ലജ്ജയായി മാറ്റും. അവർ എന്റെ ജനത്തിന്റെ പാപം കൊണ്ട് ഉപജീവനം കഴിക്കുന്നു. അവരുടെ അകൃത്യത്തിനായി ആഗ്രഹിക്കുന്നു. ആകയാൽ ജനത്തിനും പുരോഹിതനും ഒരുപോലെ ഭവിക്കും. ഞാൻ അവരുടെ നടപ്പ് അവരോട് സന്ദർശിച്ച് അവരുടെ പ്രവൃത്തികൾക്ക് തക്കവണ്ണം ഞാൻ
പ്രവർത്തികൾക്ക് തക്കവണ്ണം അവർക്ക് പകരം കൊടുക്കും. അവർ ഭക്ഷിച്ചാലും തൃപ്തി പ്രാപിക്കയില്ല, അവർ സ്ത്രീസംഗം ചെയ്താലും പെരുകുകയില്ല. യഹോവയെ കൂട്ടാക്കുന്നത് അവർ വിട്ടുകളഞ്ഞുവല്ലോ. പരസംഗവും വീഞ്ഞും പുതുവീഞ്ഞും ബുദ്ധിയെ കെടുത്തിക്കളയുന്നു. എന്റെ ജനം തങ്ങളുടെ മരത്തോട് അരുളപ്പാട് ചോദിക്കുന്നു, അവരുടെ വടി അവരോട് ലക്ഷണം പറയുന്നു. പരസംഗമോഹം അവരെ ഭ്രമിപ്പിക്കുന്നു. അവർ തങ്ങളുടെ ദൈവത്തെ വിട്ട് പരസംഗം ചെയ്യുന്നു. അവർ പർവ്വത ശിഖരങ്ങളിൽ ബലി കഴിക്കുന്നു. കുന്നുകളിൽ അവർ നല്ല തണലുള്ള കരുവേലകത്തിന്റെയും പുന്നയുടെയും ആലിന്റെയും കീഴെ ധൂപം കാട്ടുന്നു. അവിടെ നിങ്ങളുടെ പുത്രിമാർ പരസംഗം ചെയ്യുന്നു, നിങ്ങളുടെ പുത്രഭാര്യമാർ വ്യഭിചരിക്കുന്നു. നിങ്ങളുടെ പുത്രിമാർ പരസംഗം ചെയ്യുന്നതും നിങ്ങളുടെ പുത്രഭാര്യമാർ വ്യഭിചരിച്ച് നടക്കുന്നതും ഞാൻ സന്ദർശിക്കയില്ല. അവർ തന്നെ വേശ്യാസ്ത്രീകളോടുകൂടെ വേർവിട്ടു പോവുകയും ദേവദാസികളോടുകൂടെ ബലി കഴിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ ബുദ്ധിയില്ലാത്ത ജനം നശിച്ചു പോകും. ഇസ്രായേലെ, നീ പരസംഗം ചെയ്താലും യഹൂദ അപരാധം ചെയ്യാതെ ഇരിക്കട്ടെ. നിങ്ങൾ ഗിൽഗാലിലേക്ക് ചെല്ലരുത്, ആവനിലേക്ക് കയറിപ്പോകരുത്. യഹോവയാണ് എന്ന് സത്യം ചെയ്യുകയും അരുത്. ഇസ്രായേൽ ദുശാഠ്യമുള്ള പശുക്കിടാവിനെ പോലെ ദുശാഠ്യം കാണിച്ചാൽ യഹോവ അവരെ ഒരു വിശാല സ്ഥലത്ത് കുഞ്ഞാടിനെ പോലെ മേയിക്കുമോ? എഫ്രയീം വിഗ്രഹങ്ങളുടെ കൂട്ടാളിയാകുന്നു, അവനെ വിട്ടുകളക. മദ്യപാനം കഴിയുമ്പോൾ അവർ പരസംഗം ചെയ്യും. അവരുടെ പ്രഭുക്കന്മാർ ലജ്ജയിൽ അത്യന്തം ഇഷ്ടപ്പെടുന്നു. കാറ്റ് അവളെ ചിറകുകൊണ്ട് ചുറ്റിപ്പിടിക്കുന്നു. അവർ തങ്ങളുടെ ബലികൾ ഹേതുവായി ലജ്ജിച്ചു പോകും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമായിരിക്കുന്ന അവിടുത്തെ വചനം ഞങ്ങൾ വായിച്ചല്ലോ നാഥാം. അവിടുത്തെ വചനത്തിൽ നിന്ന് അവിടുത്തെ ജനത്തിന് വിളമ്പിക്കൊടുക്കുവാൻ എൻ്റെ കയ്യിൽ ഏൽപ്പിക്കണമേ. ഒരു സ്വർഗീയമായ അഭിഷേകം ഇന്ന് രാത്രി നൽകണമേ. അധരത്തിൽ അവിടുത്തെ വചനം ഹല്ലേലൂയ സമൃദ്ധിയായി നൽകുകയും അവിടുത്തെ കൃപയുടെ ബഹുത്വത്തിൽ ശുശ്രൂഷ ചെയ്യുവാൻ സഹായിക്കുകയും ചെയ്യണമേ. പ്രാർത്ഥനയോടുകൂടി അവിടുത്തെ പാദപീഠത്തിലായിരിക്കുന്ന അവിടുത്തെ ജനത്തെ അനുഗ്രഹിക്കണമേ. വചന കേൾവിയിലുള്ള സകല വിടുതലും അനുഗ്രഹവും സമൃദ്ധിയും അനുഭവിപ്പാൻ ഞങ്ങൾക്ക് ഇടയാക്കണമേ. കർത്താവിനോട് പറ്റിച്ചേർന്നിരിക്കുന്ന അനുഭവത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ വചനം കേൾക്കട്ടെ, ശുശ്രൂഷിക്കട്ടെ, മഹത്വം എടുക്കണം. ശുശ്രൂഷയ്ക്കെതിരാ നിൽക്കുന്ന ദുഷ്ടശക്തികളെ ഫൽസിക്കണം. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ കൂടെ ക്രിസ്തുയേശുവിന്റെ ധന്യമേറിയ നാമത്തിൽ സ്നേഹവന്ദനം. 4-ാം അധ്യായത്തിൽ നിന്നും നാം പ്രധാനമായി 2 കാര്യങ്ങളാണ് ചിന്തിപ്പാൻ തക്കോണം ഇടയായി തീർന്നത്. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം, യഹോവയുടെ വചനം കേൾക്കാം. യഹോവയുടെ വചനം കേട്ടാൽ ഉള്ള ഗുണവും കേൾക്കാതിരുന്നാലുള്ള ദോഷവും കഴിഞ്ഞ ആഴ്ചയിൽ ചിന്തിപ്പാൻ തക്കവണ്ണം ഇടയായി തീർന്നു. അതിൽ ഒരു പ്രധാന ദോഷമാകുന്ന ദൈവ പരിജ്ഞാനം നഷ്ടപ്പെടുന്നതിനെ പറ്റിയും ഭാഗികമായി ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. പല ദോഷങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ദൈവവചനം കേൾക്കാത്തതിനാൽ ഉണ്ടാകുന്നത് 1-2 വാക്യങ്ങളിൽ കൂടെ നാം എടുത്ത് പറഞ്ഞെങ്കിൽ തന്നെയും പ്രധാനമായി ദൈവ പരിജ്ഞാനത്തെ പറ്റിയാണ് ചിന്തിപ്പാൻ തക്കവണ്ണം കഴിഞ്ഞ ആഴ്ചയിൽ 2ാമതായി കർത്താവ് നമ്മെ സഹായിച്ചത്. ഇന്ന് രാത്രിയിൽ തുടർമാനമായി ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ കൃപ നൽകുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. പ്രാർത്ഥനയോടുകൂടെ ഈ വചനങ്ങളിലേക്ക് കടന്നു വരുവാൻ കർത്താവ് നമുക്ക് കൃപ നൽകുമാറാകട്ടെ. ദൈവവചനത്തിന്റെ പരിജ്ഞാനത്തെ പറ്റി 1-2 മിനിറ്റ് കൂടെ ഓർപ്പിച്ചിട്ട് ഞാൻ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്നു. ദൈവവചനത്തിൽ ഉൽപ്പത്തി മുതൽ വെളിപ്പാട് വരെ കാണുന്ന ഏറ്റവും പ്രഥമപ്രധാനമായ ഒരു വിഷയമാണ് ദൈവ പരിജ്ഞാനം എന്നുള്ളത്. അതിനെപ്പറ്റി അല്പസമയം എടുത്ത് നാം കഴിഞ്ഞ ആഴ്ച ചിന്തിച്ചതുകൊണ്ട് കൂടുതലായി ഇന്ന് രാത്രി ചിന്തിക്കുന്നില്ല. എന്നാൽ എൻ്റെ മനസ്സിൽ കടന്നു വന്ന ഒരു വേദഭാഗം നന്മയ്ക്കായി ഓർപ്പിച്ചിട്ട് മുമ്പോട്ട് പോകുവാൻ ക്രിസ്തുയേശുവിൽ ആഗ്രഹിക്കുകയാണ്. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. റോമാലേഖനം 1-ാം അധ്യായത്തിന്റെ 28-ാം വാക്യം. ആരെങ്കിലും എടുത്തെങ്കിൽ വായിക്കണം, ഇല്ല എങ്കിൽ ഞാൻ വായിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ദൈവത്തിന്
ഗ്രഹിപ്പില്ലാഞ്ഞതിന് തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവ പരിജ്ഞാനം നോക്കുക. ദൈവത്തെ പരിജ്ഞാനത്തിൽ ധരിപ്പാൻ ഇഷ്ടമില്ലാത്തതിനു തക്കവണ്ണം ദൈവം അവരെ ഉചിതമല്ലാത്തത് ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. പെട്ടെന്ന് നമുക്ക് ഈ ഭാഗം ചിന്തിച്ച് നിർത്തണം. ഹല്ലേലൂയ. നമുക്ക് മുമ്പോട്ടേ പോകേണ്ടതായിട്ടുണ്ടല്ലോ. 1-ാം അധ്യായത്തിൽ ജാതികളുടെ പാപവും അത് മുഖാന്തരം അവർക്ക് വരുവാൻ പോകുന്ന ന്യായവിധിയുമാണ് കാണുവാൻ സാധിക്കുന്നത്. റോമാലേഖനം 2-ാം അധ്യായത്തിൽ യഹൂദന്മാരുടെ ന്യായവിധിയും അതിന്റെ കാരണമാകുന്ന അവരുടെ മേലുള്ളതായ പാപങ്ങളുമാണ്. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ യഹൂദനും യവനനും എന്ന വ്യത്യാസമില്ലാതെ എല്ലാവരും പാപം ചെയ്ത് ദൈവതേജസ് ഇല്ലാത്തവരായി തീർന്നു എന്ന് കാണുവാനായിട്ട് സാധിക്കുന്നു. 1-ാം അധ്യായത്തിൽ ദൈവം ഹല്ലേലൂയ സ്തോത്രം സർവശക്തിയുള്ള കർത്താവെ ജാതികളെ ഏറ്റവും അധമമായ അവസ്ഥയിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കുവാൻ തക്കവണ്ണമുള്ള കാരണം ദൈവത്തെ പരിജ്ഞാനത്തിൽ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഇഷ്ടമില്ലാഞ്ഞതുകൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. 27-ാം വാക്യത്തിൽ അതിന്റെ മുമ്പോട്ടുള്ള വാക്യങ്ങളിൽ ഹല്ലേലൂയ നമുക്ക് വളരെ വ്യക്തമായി കാണുവാൻ സാധിക്കുന്നു. ഇന്ന് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നതായ ഏറ്റവും മ്ലേച്ഛകരമായ കാര്യങ്ങൾ ദൈവ പരിജ്ഞാനം വിട്ടുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ലോകം ഹല്ലേലൂയ ദൈവത്തെ മറന്ന് ജീവിക്കുന്നത് കൊണ്ടാണ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 26-ാം വാക്യത്തിൽ ലെസ്ബിയനെ പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 27-ാം വാക്യത്തിൽ ഹോമോസെക്ഷാലിറ്റിയെ പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അതിന് മുകളിലോട്ടുള്ളതായ വാക്യങ്ങളിൽ ഹല്ലേലൂയ സ്തോത്രം 23-ാം വാക്യത്തിൽ അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസദൃശമാക്കി മാറ്റിക്കളഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. നോക്കുക. ഹല്ലേലൂയ സ്തോത്രം. അതുകൊണ്ട് ഹല്ലേലൂയ വിഗ്രഹ സേവ ഇവയൊക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തെ പരിജ്ഞാനത്തിൽ ഗ്രഹിക്കാഞ്ഞത്. ഹല്ലേലൂയ. പരിജ്ഞാനം എന്നതിനെ പറ്റി നാം ചിന്തിച്ച ഭാഗത്തെ ഒരു കാര്യം പ്രത്യേകമായി നാം ചിന്തിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തെ രുചിച്ച് അറിയുക, അറിഞ്ഞ് ഗ്രഹിക്കുക. ഹല്ലേലൂയ സ്തോത്രം. നന്നായി മനസ്സിലാക്കുക, അനുഭവത്തിൽ കൂടെ അറിയുക. ഇവയൊക്കെയാണ് പരിജ്ഞാനത്തിൽ കൂടെ നാം മനസ്സിലാക്കേണ്ടത്. ഹല്ലേലൂയ. അറിവ് ചീർപ്പിക്കുന്നു. അവയൊക്കെയും നാം ചിന്തിച്ചതാണ്. ഹല്ലേലൂയ സ്തോത്രം. കൊരിന്ത്യ ലേഖനം 8-ാം അധ്യായത്തിൽ നിന്ന് നാം ചിന്തിച്ചു. അറിവ് ചീർപ്പിക്കുന്നതാണ്. കൊരിന്ത്യ ലേഖനത്തിൽ പലയിടങ്ങളിൽ 1-ാം അധ്യായത്തിലൊക്കെയും നമുക്ക് അറിവ് ചീർപ്പിക്കുന്ന കാര്യം അപ്പോസ്തലനായ പൗലോസ് പറയുന്നുണ്ട്. എന്നാൽ ദൈവ പരിജ്ഞാനം എന്ന് പറയുന്നത് ഹല്ലേലൂയ ദൈവത്തെ രുചിച്ച് അറിയുക എന്നുള്ളതാണ്. ഇന്ന് ഹല്ലേലൂയ ദൈവത്തെ രുചിച്ച് അറിയാഞ്ഞതുകൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം നികൃഷ്ട ബുദ്ധിയിൽ ആകുവാൻ തക്കവണ്ണം ഈ ലോകം അധമത്തിലേക്ക് വീണുകൊണ്ടിരിക്കുന്നത്. ഭരണാധികാരികൾ ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ മറ്റുള്ള എല്ലാവരും ഹല്ലേലൂയ അധമത്വത്തിലേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. എന്തിന് ഈ ലോകക്കാരെ നാം നോക്കുന്നു? ദൈവസഭയെ വീക്ഷിക്കുക. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തെ രുചിച്ച് അറിയുവാൻ തക്കവണ്ണം ഒരു മനസ്സില്ലായികയാൽ ഹല്ലേലൂയ എല്ലാവർക്കും നല്ല പ്രസംഗം വേണം, നല്ല ക്ലാസ്സുകൾ വേണം, ഹല്ലേലൂയ പുതിയ തോട്ട്സ് വേണം. അതല്ലാതെ വേറൊരു ചിന്തയില്ല. ദൈവം ഹല്ലേലൂയ നമ്മെ രക്ഷിച്ച് നമ്മെ വഴി നടത്തുന്ന കർത്താവിനെ ഒന്ന് അനുഭവിച്ചേ അറിയുവാൻ, ഒന്ന് രുചിച്ചേ അറിയുവാൻ തക്കവണ്ണമുള്ളതായ സമർപ്പണമോ പ്രാർത്ഥനയോ ഹല്ലേലൂയ ഏൽപ്പിച്ചു കൊടുക്കുകയോ ഒന്നും ഹല്ലേലൂയ ക്രിസ്തീയ സമൂഹത്തിലില്ല. ദൈവത്തെ രുചിച്ച് അറിയാൻ തക്കവണ്ണം ദൈവസഭയ്ക്ക് മനസ്സില്ലാത്തത് കൊണ്ടാണ് ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഹല്ലേലൂയ ഇവിടെ ഈ ലോകക്കാർ പോലും ദൈവത്തെ അനുഭവിച്ചറിയുവാൻ തക്കവണ്ണം ഇടയാകാതിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ലോകത്തിന്റെ വെളിച്ചമായ നമ്മിൽ ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിൻ്റെതായിട്ടുള്ള പരിജ്ഞാനം വെളിപ്പെട്ടു വന്നില്ല എങ്കിൽ നമ്മിൽ കൂടെ ഈ ലോകത്തിൽ വെളിച്ചം പകരുവാൻ ഇടയായി തീരുകയില്ല. അത് മുഖാന്തരം പാപികൾ കർത്താവിങ്കിലേക്ക് കടന്നു വരുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. ഈ സത്യം നാം ഗ്രഹിച്ചിട്ട് കർത്താവേ ഹല്ലേലൂയ സ്തോത്രം എന്റെ അനുഭവത്തിൽ കൂടെ എന്റെ ജീവിതത്തിൽ കൂടെ കർത്താവിനെ പരിജ്ഞാനത്തിൽ ഗ്രഹിപ്പാൻ തക്കവണ്ണം ഇടയായി തീരണമേ എന്ന് നമുക്ക് പ്രത്യേകമായി പ്രാർത്ഥിക്കാം. 1-2 വാക്യങ്ങൾ കൂടെ ഞാൻ ഓർപ്പിച്ചിട്ട് മുമ്പോട്ട് പോകുവാൻ താല്പര്യപ്പെടുകയാണ്. മലാക്കി പ്രവചനം 2-ാം അധ്യായത്തിന്റെ 7-ാം വാക്യം. പുരോഹിതൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാകിയാൽ അവന്റെ അധരങ്ങളിൽ പരിജ്ഞാനം സൂക്ഷിച്ചു വെക്കേണ്ടതും
ഉപദേശം അവനോട് ചോദിച്ച് പഠിക്കേണ്ടതുമല്ലയോ? ഹല്ലേലൂയ സ്തോത്രം. ഹോശയ പ്രവാചകൻ ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേൽ മക്കളോട് പറയുകയാണ്, നിങ്ങൾക്ക് പരിജ്ഞാനം അശേഷമില്ല, നിങ്ങൾ ദൈവത്തെ രുചിച്ച് അറിയുന്നില്ല, നിങ്ങൾ കർത്താവിനെ അനുഭവിച്ച് അറിയുന്നില്ല. ഹല്ലേലൂയ സ്തോത്രം. നിങ്ങളുടെ ജീവിതം കർത്താവിന് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നില്ല. അതുകൊണ്ട് കർത്താവ് നിങ്ങളെ നികൃഷ്ട ബുദ്ധിയിൽ ഏൽപ്പിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് പാപത്തിന്റെ അധമത്വത്തിലേക്ക് ഹല്ലേലൂയ വിളിച്ചു വേർതിരിക്കപ്പെട്ടതായ ഇസ്രായേൽ മക്കൾ വീണു പോകുവാൻ തക്കവണ്ണം കാരണം. അതിൽ ഒരു പരമപ്രധാനമായ കാര്യം മലാക്കി പ്രവാചകൻ പറയുകയാണ്, പുരോഹിതൻ ദൈവത്തിൻ സൈന്യങ്ങളുടെ യഹോവയുടെ ദൂതനാണ്. ഹല്ലേലൂയ അവന്റെ അധരങ്ങളിൽ പരിജ്ഞാനമുണ്ടായിരിക്കണം. ഹല്ലേലൂയ സ്തോത്രം. ജീവിതത്തിൽ കൂടി അനുഭവിച്ചറിയുന്ന കാര്യങ്ങൾ ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ വെളിപ്പെടുത്തുവാൻ തക്കവണ്ണം ഹല്ലേലൂയ പരിജ്ഞാനത്തിൽ കർത്താവിനെ ഗ്രഹിക്കുകയാണ് എങ്കിൽ, പരിജ്ഞാനത്തിൽ മറ്റുള്ളവർക്ക് ക്രിസ്തുവിനെ വെളിപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ അത് മുഖാന്തരം ഹല്ലേലൂയ ജനം പാപത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കുന്നു. പുരോഹിതന്മാർ പാപത്തിൽ വീണത് മുഖാന്തരം 4-ാം അധ്യായത്തിൽ നാം പഠിക്കുന്നുണ്ട്. ജനത്തിന്റെ പാപം കൊണ്ട് ജീവിക്കുന്നതായ പുരോഹിതന്മാരെ 4-ാം അധ്യായത്തിൽ ഹോശയ പ്രവചനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. 4-5 അധ്യായങ്ങളിൽ പുരോഹിതന്മാരുടെ കഠിന പാപങ്ങളെ പ്രവാചകൻ ഓരോന്നോരോന്നായി വെളിപ്പെടുത്തി കാണിക്കുന്നുണ്ട്. അതിലൊരു പാപം 4-ാം അധ്യായത്തിൽ പറയുന്നത് പുരോഹിതന്മാർ പാപം ചെയ്യുവാൻ ജനത്തെ പ്രേരിപ്പിക്കുന്നു. ജനം പാപത്തിൽ ജീവിക്കുമ്പോൾ അതിനെ ഹല്ലേലൂയ ഒരു കുഴപ്പവുമില്ല എന്ന് പറയുന്നതിനാൽ ഹല്ലേലൂയ സ്തോത്രം അവർ ഹല്ലേലൂയ പുരോഹിതന്മാർക്ക് ഹല്ലേലൂയ സ്തോത്രം പണം കൊടുക്കുന്നു. പുരോഹിതന്മാർക്ക് പണം കൊടുത്തിട്ട് ഹല്ലേലൂയ സ്തോത്രം ആ പണം എൻജോയ് ചെയ്ത് പുരോഹിതന്മാർ ജീവിക്കുന്നു. ഇക്കാലത്തെ ഹല്ലേലൂയ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുന്നതായ കാര്യമാണ്. എത്ര പാപം ചെയ്താലും ആ പാപത്തെ ഹല്ലേലൂയ വെള്ളയാക്കി തീർക്കുന്നത് ഹല്ലേലൂയ സ്തോത്രം ഒരു നല്ല ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കുന്നത് കൊണ്ടാണ്. ഹല്ലേലൂയ പലപ്പോഴും കാതലിക്സുകാരെ നാം കുറ്റം പറയുന്നു എങ്കിൽ തന്നെയും ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ളവരുടെ പാപങ്ങളെ മറയ്ക്കുവാൻ തക്കവണ്ണം ചില ഗിഫ്റ്റുകൾ ഇക്കാലത്തെ ദുരുപയോഗപ്പെടുത്തുന്നു എന്നുള്ളത് ഹല്ലേലൂയ സ്തോത്രം ശലോമോൻ രാജാവിന്റെ ഹല്ലേലൂയ സദൃശവാക്യങ്ങളോടൊത്ത് ചേർന്ന് ഹല്ലേലൂയ നാം ഓർക്കേണ്ടിയിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ എത്ര പാപം ചെയ്തിട്ടും ഹല്ലേലൂയ എന്ത് നികൃഷ്ടത ചെയ്തിട്ടും ഹല്ലേലൂയ നല്ല ഹല്ലേലൂയ ഒരു തുക ഹല്ലേലൂയ സ്തോത്രം അതിന്റെ ലീഡർഷിപ്പിലൊക്കെ കൊടുത്താൽ ഒന്നും ഒരു കുഴപ്പവുമില്ല. അങ്ങനെ അധമത്തിൽ ജീവിക്കുന്നതായ ഒരവസ്ഥ. അതുകൊണ്ട് എന്ത് ചെയ്യുന്നു? ജനം പാപത്തിൽ ജീവിക്കുന്നു. ജനം കർത്താവിനെ കണ്ടറിയുവാൻ തക്കവണ്ണം ഇടയായി തീരുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം മറ്റുള്ളവരുടെ ഹല്ലേലൂയ കുറവുകളെ ഉയർത്തി കാണിച്ച് അവരെ താഴ്ത്തുന്നവരായിട്ടല്ല, പ്രത്യുത ഹല്ലേലൂയ സ്തോത്രം ദൈവസന്നിധിയിൽ എങ്ങനെ ജീവിക്കണമെന്നും ഹല്ലേലൂയ സ്തോത്രം വിശുദ്ധനായ ദൈവത്തിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം നാം വിശുദ്ധിയോടെ ജീവിച്ചെങ്കിൽ മാത്രമേ ഹല്ലേലൂയ സ്വർഗരാജ്യത്തിൽ ചെന്നെത്തുന്നുള്ളൂ എന്നും ഉള്ള സത്യം നാം വിളിച്ചറിയിക്കേണ്ടിയിരിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ എന്റെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരായിരിപ്പീൻ എന്നാണ് ഹല്ലേലൂയ സ്തോത്രം സെർമൺ ഓഫ് ദ മൗണ്ടിലെ ഹല്ലേലൂയ ഏറ്റവും വലിയ തോട്ട്. ഹല്ലേലൂയ ദ കീ വേർഡ്സ് ഹല്ലേലൂയ സ്തോത്രം സെർമൺ ഓഫ് ദ മൗണ്ടിലെ കീ വേർഡ്സ് എന്ന് പറയുന്നത് ഹല്ലേലൂയ നമ്മുടെ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നാമും സൽഗുണപൂർണരായിരിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ സത്യം നാം ഗ്രഹിച്ച് കർത്താവിന്റെ സന്നിധിയിൽ മുമ്പോട്ട് പോകുവാൻ തക്കവണ്ണം ഇടയായി തീരുമാറാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പുരോഹിതൻ ഹല്ലേലൂയ സ്തോത്രം അവന്റെ ഹല്ലേലൂയ അധരത്തിൽ ദൈവപരിജ്ഞാനം നിറഞ്ഞിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. നാം ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ ദൂതന്മാർ കർത്താവിന്റെ പുരോഹിതന്മാരാണ്. വെളിപ്പാട് പുസ്തകം 1-ാം അധ്യായത്തിന്റെ 20-ാം വാക്യത്തിൽ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. 7 നക്ഷത്രം വലങ്കയിൽ പിടിച്ചിരിക്കുന്നു. 7 നക്ഷത്രം 7 സഭകളുടെ ദൂതനാകുന്നു. ഹല്ലേലൂയ. ഇന്നത്തെ ഹല്ലേലൂയ സഭാ ശുശ്രൂഷ ചെയ്യുന്നവർ ഹല്ലേലൂയ 1 ഹല്ലേലൂയ സ്തോത്രം. രണ്ടാമതായിട്ട് ഹല്ലേലൂയ കർത്താവ് നമ്മെ രാജകീയ പുരോഹിതന്മാരായി വിളിച്ചിരിക്കുന്നു. നമ്മുടെ അധരം ദൈവത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞ് ഹല്ലേലൂയ നാം പരിജ്ഞാനത്തിൽ ജീവിക്കുക എന്നതിനേക്കാൾ ഹല്ലേലൂയ അതുപോലെ തന്നെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ ജീവിതത്തിൽ കൂടെ മറ്റുള്ളവർ ഈ കൃപയിലേക്ക് വരുവാൻ തക്കവണ്ണം ഇടയായി തീരുമാറാകട്ടെ. ആദ്യ വാക്യത്തിലെ ഒരു കാര്യം കൂടി ഓർപ്പിച്ചിട്ട് താഴോട്ടെ പെട്ടെന്ന് നമുക്ക് പോകേണ്ടിയിരിക്കുന്നു. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾപ്പീൻ,
യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. വളരെ ഭയത്തോടുകൂടെ ചിന്തിക്കേണ്ടതായ ഒരു ഭാഗമാണത്. ദൈവത്തിന് സ്തോത്രം. ഈ രണ്ടാം ഭാഗത്തിന്റെ 4-ാം അധ്യായം മുതൽ 14-ാം അധ്യായം വരെ വായിക്കുന്നതായ സന്ദർഭത്തിൽ രണ്ട് കാര്യം ഓരോ അധ്യായത്തിലും വളരെ വ്യക്തമായി നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. എല്ലാ പ്രവചന സൂക്തങ്ങളിലും ഉള്ളതായ രണ്ട് കാര്യം ഞാൻ പലപ്പോഴും ഓർപ്പിച്ചിട്ടുള്ളതാണ്. വീണ്ടും ഹല്ലേലൂയ ഓർപ്പിച്ച് ഞാൻ ഉണർത്തട്ടെ. ദൈവത്തിന് സ്തോത്രം. ഒന്ന്, പ്രവചനത്തിൽ ഹല്ലേലൂയ ഫോർടെല്ലിംഗ്, FORE, ഫോർടെല്ലിംഗ്. ഫോർടെല്ലിംഗ് എന്ന് പറയുന്നത് ഹല്ലേലൂയ സ്തോത്രം പ്രവചന ദൂതിലെ പ്രവചനം. ഹല്ലേലൂയ പ്രവചന ദൂതിലെ വരുവാനുള്ള കാലത്ത് ഉണ്ടാകേണ്ടതായ ദൂത്, അതാണ് ഹല്ലേലൂയ ഫോർടെല്ലിംഗ് എന്ന് പറയുന്നത്. എന്ന എല്ലാ പ്രവചനങ്ങളിലും നമുക്കറിയാം there is a foretelling. ഹല്ലേലൂയ സ്തോത്രം. FORTH. ഹല്ലേലൂയ സ്തോത്രം. ആ പ്രവാചകൻ ജീവിച്ചിരിക്കുന്ന കാലത്തും എക്കാലത്തും പ്രവചനദൂത വായിക്കുമ്പോൾ അതിന്റെ പ്രവചന നിവർത്തിക്ക് അതീതമായി ആ പ്രവചനത്തിൽ നിറഞ്ഞിരിക്കുന്ന ഉപദേശങ്ങൾ നമ്മെ ആത്മീകത്തിൽ വളർത്തുന്നതാണ് ദ ഫോർത്ത് ടെല്ലിംഗ് എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 4-ാം അധ്യായം മുതൽ ഈവൻ 1-ാം അധ്യായം മുതൽ നമുക്ക് കാണുവാൻ കഴിയുന്നതായ സത്യം ഹല്ലേലൂയ ദ ഫോർടെല്ലിംഗ് ആൻഡ് ദ ഫോർത്ത് ടെല്ലിംഗ് ഹല്ലേലൂയ പ്രവാചകന്റെ പ്രവചന ശുശ്രൂഷയിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ആകയാൽ ഹല്ലേലൂയ സ്തോത്രം ഈ 4-ാം അധ്യായം മുതൽ വളരെ ഉപദേശങ്ങൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. പാപം മുഖാന്തരം ഇസ്രയേലിന് വരുവാൻ പോകുന്ന ന്യായവിധിയുടെ പ്രവചനത്തോടൊപ്പം പാപത്തിൽ നിന്ന് വേർതിരിക്കപ്പെട്ട് കർത്താവിങ്കിലേക്ക് മടങ്ങി വന്ന് ഈ വലിയ ന്യായവിധിയിൽ നിന്നും ഒഴിഞ്ഞിരിപ്പാനുള്ള ഉപദേശവും ഒന്നുപോലെ ഇടകലർത്തിയാണ് പ്രവാചകൻ ഹല്ലേലൂയ 4-ാം അധ്യായം മുതൽ വെളിപ്പെടുത്തുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അങ്ങനെ പറയുന്നതായ സന്ദർഭത്തിൽ ഉള്ളതായ 2-3 കാര്യങ്ങളാണ് ഈ കഴിഞ്ഞ ആഴ്ചയിലും ഇതുവരെയും നാം ചിന്തിച്ചത്. ഒരു കാര്യം കൂടെ ചിന്തിച്ചിട്ട് നമുക്ക് പെട്ടെന്ന് മുമ്പോട്ട് പോകണം. ഹല്ലേലൂയ ഞാൻ ഓർപ്പിച്ചതുപോലെ യഹോവയ്ക്ക് ദേശനിവാസികളോട് ഒരു വ്യവഹാരമുണ്ട്. ദൈവത്തിന് സ്തോത്രം. If the Lord take a case against us, how we win. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ കർത്താവ് നമുക്കെതിരായി ഒരു കേസ് എടുത്താൽ, അല്ലെങ്കിൽ കർത്താവ് ഒരു കേസ് എടുക്കുകയാണ് എങ്കിൽ ഹല്ലേലൂയ നാം വിജയിക്കുന്നവരുടെ കൂട്ടത്തിലാണോ തോൽക്കുന്നവരുടെ കൂട്ടത്തിലാണോ? ഹല്ലേലൂയ സ്തോത്രം. ആകാശത്തെയും ഭൂമിയെയും ഹല്ലേലൂയ സാക്ഷികളായി വിളിക്കുന്നവനായ സ്വർഗത്തിലെ ദൈവം ഹല്ലേലൂയ സ്തോത്രം ഹല്ലേലൂയ നമ്മുടെ കേസ് എടുത്തിട്ട് ആ കേസിനെ നമ്മുടെ മുമ്പിൽ ന്യായവിസ്താര സഭയുടെ മുമ്പിൽ വെളിപ്പെടുത്തുമ്പോൾ നാം അവന്റെ മുമ്പിൽ ഹല്ലേലൂയ ധൈര്യത്തോടുകൂടെ നിൽക്കുമോ? ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ അരകൾ ബലപ്പെട്ടിരിക്കുമോ എന്ന് പ്രവാചകൻ പ്രത്യേകം ചോദിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. നമുക്ക് ഹല്ലേലൂയ ഉറപ്പും ധൈര്യത്തോടും കൂടെ കർത്താവിന്റെ സന്നിധി നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. നമ്മുടെ സ്വയനീതി കൊണ്ട് ഒരിക്കലും നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുവാൻ സാധ്യമല്ല. യെശയ്യാ പ്രവാചകൻ പറയുന്നുണ്ട് ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളുടെ പ്രവൃത്തികളൊക്കെയും നീതി പ്രവൃത്തികളൊക്കെയും അത് കറ പുരണ്ട തുണി പോലെയുള്ളൂ എന്നാണ് പറയുന്നത്. ഹല്ലേലൂയ അവർക്ക് സ്വയമായി പറയുവാനായിട്ടൊന്നുമില്ല. ഏറ്റവും മോശമായി ഹല്ലേലൂയ സ്തോത്രം മനുഷ്യൻ നോക്കുവാൻ ഇച്ഛിക്കാത്തതായ ഏറ്റവും കറ പുരണ്ടതായ ഒരു തുണി പോലെ നമ്മുടെ പാപങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവയെ തുടച്ചു മാറ്റി അവയെ വെണ്മയാക്കി അവയെ ഹിമം പോലെ വെളുപ്പിക്കുന്നത് ക്രിസ്തുയേശുവിന്റെ രക്തമാണ്. ഹല്ലേലൂയ പിതാവേ ഹല്ലേലൂയ സ്തോത്രം. വ്യവഹാരം നടത്തുമ്പോൾ അവിടുത്തെ മുമ്പിൽ നമുക്ക് ധൈര്യത്തോടുകൂടെ നിൽക്കുവാൻ കഴിയുന്ന ഒരു കാര്യം നമ്മുടെ പാപക്കറകളെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ കഴുകി ശുദ്ധീകരണം പ്രാപിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ഹൃദയത്തിൽ കർത്താവിനെ കൈക്കൊണ്ട് നമ്മുടെ കർത്താവും രക്ഷിതാവുമായി എപ്പോഴും നമ്മളിൽ വാസം ചെയ്യുക എന്നുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ലോകം ഒരു കേസ് എടുത്തിട്ട് നമ്മൾ ആ കേസിൽ തോറ്റുപോയെന്നിരിക്കട്ടെ, എന്നാൽ ദൈവസന്നിധിയിൽ നാം നീതിയുള്ളവരാകുന്നുവെങ്കിൽ നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. ദൈവത്തിന് സ്തോത്രം. യോബിനെ നോക്കുക. കൂട്ടുകാർ തള്ളിക്കളഞ്ഞു, ഹല്ലേലൂയ ഭാര്യ തള്ളിക്കളഞ്ഞു, ചുറ്റുപാടുമുള്ള എല്ലാവരും തള്ളിക്കളഞ്ഞു. തന്റെ കേസ്
മനുഷ്യരുടെ മുമ്പിൽ ഒരു നീതിയുള്ളതായി ഇരുന്നില്ല. എന്നാൽ ദൈവസന്നിധിയിൽ ഹല്ലേലൂയ ഇയ്യോബിന്റെ കേസ് സ്വർഗത്തിലെ ദൈവം എടുത്തതായ സന്ദർഭത്തിൽ അവൻ ഇരട്ടി അനുഗ്രഹത്തിന് യോഗ്യനായി തീർന്നു. ദാനിയേലിന്റെ കേസ് നമുക്കറിയാം. ഹല്ലേലൂയ സ്തോത്രം. ദാനിയേൽ വിഗ്രഹത്തെ നമസ്കരിക്കാതെ ഇരുന്നതിനാൽ, ഹല്ലേലൂയ സർവശക്തിയുള്ള ദൈവത്തോട് മാത്രം പ്രാർത്ഥന കഴിച്ചതിനാൽ അവനെ സിംഹക്കുഴിയിലിട്ടു. മനുഷ്യന്റെ മുമ്പാകെ ഉള്ള കേസിൽ അവൻ തോറ്റുപോയി എന്ന് തോന്നിയാലും ദൈവ കോടതിയുടെ മുമ്പാകെ അവൻ ജയാളിയായി തീർന്നു. ജോസഫിനെ നോക്കുക. സഹോദരന്മാരുടെ മുമ്പിൽ അവന്റെ കേസ് തോറ്റുപോയി. പൊത്തിപ്പേറിന്റെ മുമ്പിൽ അവന്റെ കേസ് തോറ്റുപോയി. അവൻ പലയിടത്തും തോറ്റവൻ എന്ന് ഹല്ലേലൂയ സ്തോത്രം. വിശുദ്ധിയോടുകൂടി ജീവിക്കുന്ന ജോസഫിന്റെ തലമേൽ മുദ്ര അടിക്കപ്പെട്ടിട്ടും അവന്റെ കേസ് ദൈവത്തിന്റെ മുമ്പാകെ കടന്നു വന്നപ്പോൾ അത് ജയത്തിന് കാരണമായി തീർന്നു. ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ ഹല്ലേലൂയ സ്തോത്രം പരമപ്രധാനമായ ഒരു കാര്യം പറയുന്നുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പഴയ പാമ്പായ സാത്താൻ, ഹല്ലേലൂയ സാത്താന്റെ ഹല്ലേലൂയ പൂർണ്ണ ഏജന്റായി എതിർക്രിസ്തു വെളിപ്പെടുന്ന കാര്യമാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 4 കൊമ്പുകൾക്കിടയിൽ ഒരു കൊച്ചു കൊമ്പ് മുളച്ചു വന്നു എന്നുള്ളത്, 10 കൊമ്പുകൾക്കിടയിൽ ഒരു കൊച്ചു കൊമ്പ് മുളച്ചു വന്നു എന്നുള്ളതാണ് 7-ാം അധ്യായത്തിൽ കാണുന്നത്. 8-ാം അധ്യായത്തിലാണ് 4 കൊമ്പുകളായി അതിനെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഹല്ലേലൂയ. ഇവിടെ ഈ കൊച്ചു കൊമ്പ് ഹല്ലേലൂയ സ്തോത്രം വമ്പും ദൂഷണവും പറയുവാൻ തുടങ്ങി. ഹല്ലേലൂയ സ്വർഗസ്ഥനായ ദൈവത്തിനെതിരെ സംസാരിക്കുവാൻ തുടങ്ങി. ഒക്കെയും കാണുന്നതായ സന്ദർഭത്തിൽ കൊമ്പ് പറഞ്ഞ വമ്പും ദൂഷണവും നിമിത്തം ന്യായവിസ്താര സഭ ഇരുന്നു. വയോധികനായ ഒരുവൻ സിംഹാസനത്തിൽ ഇരുന്നു. ഒരഗ്നി നദി അവന്റെ മുമ്പിൽ ഒഴുകി. 1000 പേർ അവന് ശുശ്രൂഷ ചെയ്തു. 10,000 പേർ അവന്റെ മുമ്പിൽ നിന്നു. ഹല്ലേലൂയ സ്തോത്രം. കൊമ്പ് പറഞ്ഞതായ വമ്പും ദൂഷണവും നിമിത്തം ഹല്ലേലൂയ സ്തോത്രം വയോധികന്റെ മുമ്പിൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുവൻ ആകാശമേഘങ്ങളെ തീണ്ടിക്കൊണ്ട് കടന്നു വരുന്നത് കണ്ടു. അവനെ നിത്യരാജ്യത്വം ലഭിച്ചു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഹല്ലേലൂയ സ്തോത്രം രാജാതി രാജാവായും കർത്താതി കർത്താവായും അനേക രാജമുടികളോടുകൂടെ തിരുസഭയുടെ മുമ്പിൽ വെച്ച് ഹല്ലേലൂയ സ്തോത്രം പിതാവിൽ നിന്നും ഹല്ലേലൂയ സ്തോത്രം രാജപദവി സ്വീകരിക്കുന്നതാണ്. ഹല്ലേലൂയ അവിടെ നമുക്ക് ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നത്. കുലീനനായ ഒരു രാജാവ് ഹല്ലേലൂയ സ്തോത്രം സ്വർഗാദി സ്വർഗങ്ങളിലേക്ക് ചെന്ന് തന്റെ രാജപദവി സ്വീകരിക്കുന്നതാണ് അവിടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. എന്താ കാര്യം? കൊമ്പ് പറഞ്ഞ വമ്പും ദൂഷണവും നിമിത്തം, എതിർക്രിസ്തുവിന്റെ വമ്പും ദൂഷണവും നിമിത്തം, ഈ ലോകത്തിലെ വമ്പും ദൂഷണവും നിമിത്തം ഹല്ലേലൂയ ഒരു ന്യായവിസ്താര സഭയുണ്ട്. ഉന്നതന് മീതെ ഒരു ഉന്നതനുണ്ട്, അതിന് മീതെ അത്യുന്നതനുണ്ട്. അത്യുന്നതനായ ദൈവത്തിന്റെ സന്നിധിയിലാണ് നാം ആയിരിക്കുന്നത്. നമ്മുടെ കേസ് കർത്താവ് ഏറ്റെടുക്കുകയാണെങ്കിൽ നീതിയുള്ള ഒരു ന്യായവിധി നമുക്ക് ഉണ്ടാകും. ഈ ലോകത്തിൽ നിന്ന് നമുക്കൊരു ന്യായവിധി ഉണ്ടായാലും നാം ഭയപ്പെടേണ്ട ആവശ്യമില്ല. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ നാം വിധിക്കപ്പെട്ടു പോയെങ്കിൽ നാം തകർന്നു പോയി. നമ്മെ രക്ഷിപ്പാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. നീ ദൈവത്തോട് പാപം ചെയ്താൽ ആര് നിന്നെ രക്ഷിക്കും എന്ന് ഏലി തന്റെ കുഞ്ഞുങ്ങളോട് ചോദിക്കുന്നത് പോലെ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കർത്താവിന്റെ സന്നിധിയിൽ നമ്മുടെ കൈകൾ വെടിപ്പുള്ളതായിരിക്കട്ടെ, നമ്മുടെ അരയ്ക്ക് ബലമായി ഇരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ വമ്പും ദൂഷണവും നമ്മുടെ വീര്യപ്രവൃത്തികളും നമ്മുടെ വീരവർത്തമാനവും ഒന്നുമല്ല നമ്മെ ദൈവസന്നിധിയിൽ നിർത്തുന്നത്. ഹല്ലേലൂയ. കണ്ണുനീരോടുകൂടെ പ്രാർത്ഥിക്കുന്നതും നമ്മുടെ പാപക്കറകൾക്ക് വേണ്ടി കാൽവറിയിൽ ഒഴുക്കിയതായ തിരുരക്തത്താൽ നമ്മുടെ പാപക്കറകളെ ഹല്ലേലൂയ സ്തോത്രം കറപുരണ്ട തുണി പോലെയുള്ളതായ നമ്മുടെ പാപക്കറകളെ ഹല്ലേലൂയ സ്തോത്രം രക്താംബരം പോലെ ആയിരുന്നതായ നമ്മുടെ പാപക്കറകളെ ഹല്ലേലൂയ ഹിമം പോലെ വെളുപ്പിച്ച് വെണ്മ പോലെയാക്കി ഹല്ലേലൂയ സ്തോത്രം കർത്താവിന്റെ സന്നിധി നിൽക്കുമ്പോൾ ഹല്ലേലൂയ കുറവില്ലാത്തവനായി ജീവന്റെ പുസ്തകത്തിൽ പേരെഴുതപ്പെട്ടവനായി കർത്താവിന്റെ സന്നിധി നിൽക്കുന്നതാണ് ഏറ്റവും പരമപ്രധാനമായ കാര്യം. 4-ാം അധ്യായം വായിക്കുമ്പോൾ
ഭയത്തോടുകൂടെ നാം ചിന്തിക്കേണ്ടതാണ്. യഹോവയ്ക്ക് ദേശനിവാസികളോടൊരു വ്യവഹാരമുണ്ട്. കർത്താവ് വ്യവഹാരം നടത്തുമ്പോൾ 4-ാം അധ്യായത്തിൽ പ്രവാചകൻ പറയുകയാണ്, ഹല്ലേലൂയ, പുരോഹിതനും വീണുപോകും, പ്രവാചകനും വീണുപോകും, ദൈവജനവും വീണുപോകും, എല്ലാവരും വീണ് ഹല്ലേലൂയ വലിയൊരു ന്യായവിധിയിലേക്ക് ഹല്ലേലൂയ അശൂര്യരാൽ പിടിക്കപ്പെട്ടെ. 5-ാം അധ്യായത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം അതിന്റെ 13-ാം വാക്യത്തിൽ ഹല്ലേലൂയ അശൂര്യരാൽ പിടിക്കപ്പെട്ടെ ഹല്ലേലൂയ അവർ ബന്ധിതരായി പോകുവാൻ പോകുന്നുവെന്ന് യഹോവ ന്യായവിസ്താര സഭയിൽ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന കാര്യം 4-ാം അധ്യായത്തിൽ അവരെ ബോധ്യപ്പെടുത്തി. ന്യായവിസ്താര സഭ ഇരുന്ന് അശൂരിലേക്ക് പോകുന്നതിന് മുമ്പേ നിങ്ങളുടെ പാപവഴികളെ മനസ്സിലാക്കി കർത്താവിലേക്ക് മടങ്ങി വരുവിനെന്നുള്ള ആഹ്വാനത്തോടുകൂടെയാണ് 4-ാം അധ്യായം തുടങ്ങുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അതിൽ ചില കാര്യങ്ങൾ നാം 2-ാം വാക്യം വരെ ചിന്തിപ്പാൻ തക്കവണ്ണം നമുക്കിടയായല്ലോ. 3-ാം വാക്യത്തിൽ അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. ഏതുകൊണ്ട്? 1-2 വാക്യങ്ങളിൽ പറയുന്നതായ പാപത്തിന്റെ പട്ടിക കൊണ്ട് 10 പാപങ്ങളെയാണ് എണ്ണി അവിടെ പറയുന്നത്. ഹല്ലേലൂയ. ദേശത്ത് സത്യമില്ല, ദയയില്ല, ദൈവപരിജ്ഞാനമില്ല, അവർ ആണയിടുന്നു, ഭോഷ്ക് പറയുന്നു, കുല ചെയ്യുന്നു, മോഷ്ടിക്കുന്നു, വ്യഭിചരിക്കുന്നു, വീട് മുറിക്കുന്നു, രക്തപാതകത്തോട് രക്തപാതകം കൂട്ടുന്നു. അതുകൊണ്ട് ഹല്ലേലൂയ സ്തോത്രം ദൈവപരിജ്ഞാനം വിട്ട് ദൈവവചനം കേൾക്കുവാൻ മനസ്സില്ലാഞ്ഞതിനാൽ ദേശം ദുഃഖിക്കുന്നു എന്നാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇന്നത്തെ ഹല്ലേലൂയ റോമാലേഖനം 8-ാം അധ്യായത്തിലെ ഹല്ലേലൂയ മർമ്മങ്ങൾ വായിക്കുമ്പോൾ മാത്രമേ, യെശയ്യാ പ്രവചനത്തിലെ ചില വാക്യങ്ങൾ വായിക്കുമ്പോൾ മാത്രമേ 3-ാം അധ്യായത്തിൽ 3-ാം വാക്യത്തിൽ കാണുന്ന ദേശം ദുഃഖിക്കുന്നു എന്നുള്ളതിന്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുകയുള്ളൂ. ഹല്ലേലൂയ സ്തോത്രം. ആദാം അവമാർ പാപം ചെയ്തപ്പോൾ ഹല്ലേലൂയ പാപത്തിൻ്റെതായിട്ടുള്ളതായ ന്യായവിധി അവരിൽ തന്നെയല്ല വീണത്, ഈ ലോകത്തിലേക്ക് വീണു. മുള്ളും കരക്കാരയും ഉണ്ടായി. ഹല്ലേലൂയ ഈ ലോകം ശപിക്കപ്പെട്ടു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ലോകത്തിൽ ഹല്ലേലൂയ മനുഷ്യർ പാപത്തിൽ വീണു കഴിയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം അത് മുഖാന്തരമുള്ളതായ എഫക്റ്റ് ഹല്ലേലൂയ മൃഗജന്തുക്കളിൽ, ഹല്ലേലൂയ പക്ഷികളിൽ, ഹല്ലേലൂയ കടലിൽ, ഹല്ലേലൂയ സ്തോത്രം അതുപോലെ തന്നെ ഹല്ലേലൂയ എല്ലാ നേച്ചറിലും വെളിപ്പെട്ടു വരുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ റോമാലേഖനം 8-ാം അധ്യായത്തിൽ ഹല്ലേലൂയ സ്തോത്രം അവിടെ പ്രത്യേകം ഹല്ലേലൂയ അപ്പോസ്തലനായ പൗലോസ് ആത്മാവിൽ നിന്നുകൊണ്ട് പറയുകയാണ്, ഹല്ലേലൂയ സ്തോത്രം ദൈവപുത്രന്മാരുടെ വെളിപ്പാടിനു വേണ്ടി ഹല്ലേലൂയ ആ ദേശം കാത്തിരിക്കുന്നു എന്നാണ്. ഹല്ലേലൂയ ലോകം കാത്തിരിക്കുന്നു. അഥവാ ഹല്ലേലൂയ സ്തോത്രം നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മഹത്വത്തിൽ പ്രത്യക്ഷനായി ഹല്ലേലൂയ സ്തോത്രം ഈ ഭൂമിയിൽ ഭരിക്കുന്നതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ ഈ ലോകത്തിൽ നിന്നും മാറുന്നതായ ശാപത്തെയാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ലോകത്തിലേക്ക് ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് വ്യാപരിക്കുകയാണ്. ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവിന്റെ വ്യാപാരം മനുഷ്യരിലും ഭൂമിയിലുമൊക്കെയും നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ കാണുവാനായിട്ട് സാധിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം മുതൽ തന്നെ നമുക്കത് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് ഭൂമിയിൽ പരിവർത്തിക്കുന്നത് റോമാലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് എവിടെയൊക്കെയും പരിവർത്തിക്കുമ്പോൾ അവിടെ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ഹല്ലേലൂയ സവിശേഷത വെളിപ്പെട്ടു വരും. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് മൃഗജാലങ്ങളിൽ ഹല്ലേലൂയ സഹസ്രാബ്ദ ഭാഷയിൽ ഹല്ലേലൂയ സ്തോത്രം പരിവർത്തിക്കുന്നതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ പുള്ളിപ്പുലിയും കുഞ്ഞാടും കൂടെ ഒന്നിച്ച് ആ ഭക്ഷണം കഴിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഹല്ലേലൂയ സ്തോത്രം പാമ്പുകളിലെ ഹല്ലേലൂയ ഇഴജാതികളിലാകുമ്പോൾ അതിന്റെ വിഷമെല്ലാം മാറിപ്പോകുകയാണ്. അണലിയുടെ പൊത്തിൽ ഒരു കുഞ്ഞ് കൈയിടുകയാണ്. ഭയമില്ല, ദൈവത്തിന് സ്തോത്രം, വിഷമില്ല. കാര്യമെന്ത്? ദൈവത്തിന്റെ പരിജ്ഞാനം ഹല്ലേലൂയ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് ഹല്ലേലൂയ ഭൂമിയിൽ വ്യാപരിക്കുമ്പോൾ അപ്പോൾ പാപം മുഖാന്തരം ഉണ്ടായതായ പരിണിത ഫലങ്ങൾ, മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അതിന്റെ ചുറ്റുപാടിൽ മനുഷ്യർ മാത്രമല്ല, പാപം ചെയ്യുന്ന വ്യക്തികൾ മാത്രമല്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് ദേശം ദുഃഖിക്കുന്നു. ഇത് പ്രവാചകന്റെ ഒരു സാക്ഷ്യം കൂടെയാണ്. ഹല്ലേലൂയ ദേശം കഠിന പാപം ചെയ്തതുകൊണ്ട് ഹല്ലേലൂയ ദൈവപരിജ്ഞാനം വിട്ട് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നതായ പാപത്തിന്റെ പട്ടികകളിൽ ഇവിടെ എഴുതിയിരിക്കുന്ന 10 പാപത്തിന്റെ പട്ടികകൾ പ്രത്യേകം എടുത്തു പറയുന്നത് ഈ പട്ടികകളിൽ ദൈവജനം വീണുപോയതുകൊണ്ട് പ്രവാചകനെ ഹല്ലേലൂയ സ്തോത്രം ദോഷവഴികളിൽ ജീവിച്ചിരുന്ന ഒരു
സ്ത്രീയെ ഗോമരിനെ വിവാഹം കഴിക്കേണ്ടി വന്നു. ദേശം ദുഃഖിക്കുകയാണ്. ഹല്ലേലൂയ. ഭക്തജനങ്ങൾ കരയുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. ആ ഒരവസ്ഥയിലേക്ക് ഇന്ന് ലോകം കടന്നു വന്നിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഹല്ലേലൂയ സ്തോത്രം നാം മുഖാന്തരം നമ്മുടെ ചുറ്റുപാട് അനുഗ്രഹം പ്രാപിപ്പാൻ ഒരു ഭക്തൻ എവിടെ ജീവിക്കുന്നുവോ അവർ മുഖാന്തരം അനുഗ്രഹം പ്രാപിക്കുമെന്നാണ് ദൈവത്തിന്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അബ്രഹാം ദൈവസന്നിധിയിൽ നിന്നുകൊണ്ട് സോദോം ഗോമോറായുടെ വിടുതലിന് വേണ്ടി കരയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നാം മുഖാന്തരം ദേശത്തിന്റെ ന്യായവിധി മാറിപ്പോകണം. നാം മുഖാന്തരം ഈ ദേശം അനുഗ്രഹം പ്രാപിക്കണം. ദേശം ദുഃഖം അനുഭവിക്കുകയല്ല, നന്മ അനുഭവിക്കണം. ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നതായ ഹല്ലേലൂയ ഈ പട്ടണത്തിൽ അതത് പട്ടണങ്ങളിലുള്ള ദൈവമക്കളുടെ കണ്ണുനീരോടുകൂടെയും ഭയഭക്തിയോടുകൂടിയും ആത്മാവിലുമുള്ള ആരാധന നിമിത്തമാണ് ഈ ഭൂമി നശിക്കാതെ ഇരിക്കുന്നത്. ലോകത്തിന്റെ വെളിച്ചമാകുന്ന, ലോകത്തിന്റെ ഉപ്പാകുന്ന നാം സ്വർഗസന്നിധിയിലേക്ക് എടുക്കപ്പെട്ട് കഴിയുമ്പോൾ ഹല്ലേലൂയ സഭയുടെ ഉൽപ്രാപണത്തിന് ശേഷം ഹല്ലേലൂയ സ്തോത്രം ഈ ഭൂമിയിൽ സംഭവിക്കുവാൻ പോകുന്ന ഹല്ലേലൂയ മഹാദുഷ്ടത, ന്യായവിധി ഇവയൊക്കെയും ദൈവവചനത്തിൽ വളരെ വെളിവായി കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവസഭ വഴിയിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം സാത്താനെ തടയുന്നത് കൊണ്ടാണ് എതിർ ക്രിസ്തുവിന് വെളിപ്പെടുവാൻ കഴിയാത്തത് എന്ന് തെസ്സലോനിക്ക ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. അടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോകുന്നതായ സന്ദർഭത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ദൈവസഭയും മാറിപ്പോകുമ്പോൾ ഈ ലോകം പാപത്തിന്റെ അധമത്വത്തിലേക്ക്, സാത്താന്റെ കയ്യിലേക്ക്, എതിർ ക്രിസ്തുവിന്റെ കയ്യിലേക്ക് പൂർണ്ണമായി വീണുപോകും. ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ ജീവിതം മുഖാന്തരം ദേശം ദുഃഖിക്കുകയല്ല, ദേശം അനുഗ്രഹം പ്രാപിപ്പാൻ നാം ലോകത്തിന്റെ വെളിച്ചമായി, ലോകത്തിന്റെ ഉപ്പായി മുമ്പോട്ട് പോകുവാൻ കർത്താവ് സഹായിക്കട്ടെ. നോക്കുക, മനുഷ്യൻ പാപം ചെയ്തപ്പോൾ, ഇസ്രായേൽ പാപം ചെയ്തപ്പോൾ ദുഃഖിക്കുന്ന ഒരു കൂട്ടം ഹല്ലേലൂയ കാര്യം നമുക്കിവിടെ കാണുവാൻ സാധിക്കുന്നു. ഒന്ന്, ദേശം ദുഃഖിക്കുന്നു, അതിലെ സകല നിവാസികളും, വയലിലെ മൃഗങ്ങളും, ആകാശത്തിലെ പറവകളും ക്ഷീണിച്ചു പോകുന്നു, സമുദ്രത്തിലെ മത്സ്യങ്ങളും ഇല്ലാതെയാകുന്നു. ഇതെങ്ങനെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അപ്പോസ്തലനായ പൗലോസ് ഇതിനെ വളരെ വ്യക്തമായി വ്യാഖ്യാനിച്ച് പുതിയ നിയമത്തിൽ നമുക്ക് നൽകുന്നുണ്ട്. ഞാൻ അതിനെപ്പറ്റിയാണ് അല്പം മുമ്പേ ഹല്ലേലൂയ സ്തോത്രം ഇതിനു മുമ്പേ സംസാരിപ്പാൻ തക്കവണ്ണം റോമാലേഖനം 8-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി അതിനെപ്പറ്റി നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. നോക്കൂ, ഹല്ലേലൂയ സ്തോത്രം. നമ്മുടെ നന്മ മുഖാന്തരം ചുറ്റുപാടുകൾ അനുഗ്രഹം അനുഭവിക്കുന്നു. നാം ദൈവസന്നിധിയിൽ ഒന്ന് കരഞ്ഞാൽ ഹല്ലേലൂയ സ്തോത്രം, എന്റെ പൂർണ്ണ വിശ്വാസം ഹല്ലേലൂയ ദൈവമക്കളാകുന്ന നാം ദൈവസന്നിധി നിലവിളിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഹല്ലേലൂയ സ്തോത്രം ഈ ടൊർണേഡോ പെട്ടെന്ന് അങ്ങ് മാറിപ്പോകും. എന്റെ വിശ്വാസം ഹല്ലേലൂയ ദൈവത്തിന് സ്തോത്രം. നമുക്കെതിരായി കടന്നു വരുന്നതായ ചുഴലിക്കാറ്റുകൾക്കെതിരെ കൈ ഉയർത്തി യേശുവിന്റെ നാമത്തിൽ നാം പാർക്കുന്നതായ ദേശത്തു നിന്നും അത് മാറിപ്പോകും. ദൈവത്തിന് സ്തോത്രം. പ്രത്യുത ഹല്ലേലൂയ ഗാംബ്ലിങ് ഹല്ലേലൂയ സ്തോത്രം അങ്ങനെ മഹാദുഷ്ടത കൊണ്ട് ലോകം നിറഞ്ഞു കഴിയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഒന്ന് പ്രാർത്ഥിക്കുവാനോ ദൈവസന്നിധിയിൽ കരയുവാനോ ആരുമില്ലാത്ത ഒരവസ്ഥയിലേക്ക് ഇന്ന് ലോകം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ലോകം ദുഃഖിക്കുകയാണ്, ദേശം ദുഃഖിക്കുകയാണ്. ആ ദുഃഖത്തിന്റെ അവസ്ഥയിൽ നിന്നും ഹല്ലേലൂയ മുമ്പോട്ട് വരുവാൻ തക്കവണ്ണം നമ്മുടെ ഭക്തി, നമ്മുടെ പ്രാർത്ഥന കാരണമായി തീരട്ടെ. ഹല്ലേലൂയ 4-ാം വാക്യത്തിൽ, എങ്കിലും ആരും വാദിക്കരുതേ, ആരും ശാസിക്കുകയും അരുതേ, നിന്റെ ജനമോ പുരോഹിതനോട് വാദിക്കുന്നവരെ പോലെ ഇരിക്കുന്നു. ദേശം ദുഃഖിക്കുന്നു, ദേശം ക്ഷീണിക്കുന്നു, സമുദ്രത്തിലെ മത്സ്യങ്ങൾ പോലും ഇല്ലാതെയായി തീരുമ്പോഴും ആരും വാദിക്കരുതേ ഹല്ലേലൂയ എന്നുള്ളത് പറഞ്ഞുകൊണ്ട്. കാരണം ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന് ഹല്ലേലൂയ സ്തോത്രം ഒരു വ്യവഹാരമുണ്ട്. ഈ വ്യവഹാരത്തിൽ ഒരു വ്യക്തിക്കും കർത്താവിന്റെ മുമ്പിൽ നിന്ന് വാദിക്കുവാനോ ഹല്ലേലൂയ പുരോഹിതനോട് വാദിക്കുന്നവർ പോലെ ഇരിപ്പാനോ സാധ്യമാകയില്ല. ഹല്ലേലൂയ അവന്റെ മുമ്പിൽ നിൽക്കാവുന്നതാരെ? പ്രത്യുത നാം ചെയ്യാവുന്നത് കർത്താവിന്റെ അടുക്കിലേക്ക് മടങ്ങി വരിക എന്നുള്ളതാണ്. 5-ാം വാക്യം, അതുകൊണ്ട് നീ പകൽ സമയത്ത് ഇടറി വീഴും, പ്രവാചകനും നിന്നോടുകൂടെ രാത്രിയിൽ ഇടറി വീഴും, നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും. ഹല്ലേലൂയ വരുവാൻ പോകുന്ന ന്യായവിധിയെ പ്രവാചകൻ വിളിച്ചറിയിക്കുകയാണ്. എന്തിനാണ് ഹല്ലേലൂയ ഈ മഹാ ന്യായവിധി വിളിച്ചറിയിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം അവരുടെ മനം തിരിഞ്ഞ്
കർത്താവിങ്കിലേക്ക് മടങ്ങി വരേണ്ടതിന് വേണ്ടിയാണ്. ഹല്ലേലൂയ, സ്തോത്രം. നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കും എന്ന് വളരെ വ്യക്തമായി നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും. ആ പദപ്രയോഗം ഒത്തിരി ചിന്തിക്കേണ്ടതാണ്. നിങ്ങൾ ഗലാത്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 25-26 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ, സ്തോത്രം, സ്വർഗത്തിലെ പുതിയ യെരൂശലേം നമ്മുടെ അമ്മ എന്ന് പ്രത്യേകം പറയുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഈ ലോകത്തിലെ ജെറുസലേമും ഈ ലോകത്തിലെ ജെറുസലേം ഇക്കാലത്തെ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് അത് സീനായി മലയ്ക്ക് തുല്യമാകുന്നു, അത് ഹാഗാറിനെ തുല്യമാകുന്നു, അതൊരു ദാസിക്ക് തുല്യമാകുന്നു എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ അമ്മ ഹല്ലേലൂയ, സ്തോത്രം, സ്വതന്ത്രയാകുന്നു എന്നും ഹല്ലേലൂയ, സ്തോത്രം, സ്വർഗത്തിൽ ഹല്ലേലൂയ ആ കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന പുതിയ യെരൂശലേമാകുന്നു നമ്മുടെ അമ്മ എന്നുമാണ് പറഞ്ഞിരിക്കുന്നത്. ഹല്ലേലൂയ, അത് സ്വതന്ത്രയാകുന്നു എന്നുള്ള പദപ്രയോഗം ഗലാത്യ ലേഖനത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. എന്തുകൊണ്ടാണ് പൗലോസെ ആ പദപ്രയോഗം പറയുവാനായിട്ട് സാധിക്കുന്നത്? പുതിയ യെരൂശലേം സ്വതന്ത്രയാകുന്നു. ഒന്നേ, ഹല്ലേലൂയ, സ്തോത്രം, അതിനകത്ത് പാപമില്ല. ഹല്ലേലൂയ, പാപം ലേശം തേണ്ടാത്തതായ ഒരു സ്ഥലം പുതിയ യെരൂശലേമാണ്. ആകാശവും ഭൂമിയും ശുദ്ധീകരിക്കപ്പെടും എന്ന് പറയുന്നുണ്ട്. എന്നാൽ ശുദ്ധീകരണം വേണ്ടാത്ത ഒറ്റ സ്ഥലം മാത്രമേ ഹല്ലേലൂയ പുതിയ ആകാശവും പുതിയ ഭൂമിയും ഉണ്ടാകുമ്പോൾ ഹല്ലേലൂയ പുതിയ യെരൂശലേമിനെ, ഇപ്പോഴുള്ള പുതിയ യെരൂശലേമിനെ വീണ്ടും ശുദ്ധീകരിച്ച് ഒരു പുതിയ യെരൂശലേമാക്കുന്നില്ല. അത് എപ്പോഴും പുതിയ യെരൂശലേമാണ്. പുതിയ യെരൂശലേം ഒരിക്കലും പഴകുന്നില്ല. അതിന്റെ പേരെപ്പോഴും പുതിയത് എന്നുള്ളതാണ്. അതിൽ മരണമില്ല, അതിൽ പാപമില്ല, അതിൽ മാലിന്യമില്ല, അത് സ്വതന്ത്രമാണ്. സ്വതന്ത്രം എന്ന് പറയുന്നതിന്റെ അർത്ഥം നിങ്ങൾ ഗ്രഹിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. നമ്മളെ അടിമപ്പെടുത്തുന്നത് പാപമാണ്. പാപമില്ലാത്ത ഹല്ലേലൂയ, സ്തോത്രം, ഒരു സ്ഥലം എന്നാണ് പുതിയ യെരൂശലേം എന്ന് പറയുമ്പോൾ അത് സ്വതന്ത്ര എന്ന്, നമ്മുടെ അമ്മ സ്വതന്ത്ര എന്ന് പറയുവാൻ തക്കവണ്ണം കാരണമായിരിക്കുന്നത്. ഗലാത്യ ലേഖനത്തിലെ 4-ാം അധ്യായത്തിന്റെ 24 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ ഹല്ലേലൂയ പുതിയ യെരൂശലേം സ്വതന്ത്രയാകുന്നു, അത് നമ്മുടെ അമ്മയാകുന്നു എന്ന് പറഞ്ഞിട്ട് ഹല്ലേലൂയ പാപരഹിതമായ ഹല്ലേലൂയ ഒരു നല്ല ഭാഗം ഹല്ലേലൂയ വേദവിദ്യാർത്ഥികളുടെയും അഭിപ്രായം ഹല്ലേലൂയ, സ്തോത്രം, അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ, സ്തോത്രം, ഈ ഹോശേയ പ്രവചനത്തിലെ ഗോമരിനെ തുലനം ചെയ്തുകൊണ്ടാണ് ഹല്ലേലൂയ പറയുന്നത് എന്നുള്ളതാണ്. അവിടെ തുലനം ചെയ്ത പല കാര്യങ്ങൾ, സീനായി മല, ഹാഗാർ, ഇപ്പോഴുള്ള യെരൂശലേം ഒക്കെയും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ ശരിക്ക് പഠിക്കുമ്പോൾ ഗോമരിനെ നമുക്ക് അവിടെ കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ, ഹോശേയ പ്രവാചകന്റെയും 3 മക്കളുടെയും തന്റെ ഭാര്യയുമായിരിക്കുന്ന ഗോമർ ഹല്ലേലൂയ, സ്തോത്രം, എവിടെയാണ്? അടിമച്ചന്തയിലാണ്. അവളൊരു അടിമയാണ്. എന്താ കാരണം? ഹല്ലേലൂയ, സ്തോത്രം, അവൾ പരസംഗം ചെയ്തു, മറ്റ് ജാരന്മാരുടെ പിന്നാലെ പോയി. അതുകൊണ്ട് അവൾ അടിമച്ചന്തയിൽ ഒരടിമയായി വിൽക്കപ്പെടുന്നു. അവൾ സ്വതന്ത്രയല്ല. പ്രവാചകൻ ചെന്ന് 15 വെള്ളിക്കാശിനെ അവളെ വിലയ്ക്ക് വാങ്ങിയപ്പോഴാണ് അവൾ സ്വതന്ത്രയാകുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. എന്നാൽ ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ അമ്മയെ ഞാൻ നശിപ്പിക്കുമെന്ന് പറയുന്നത് ഗോമരിനോടുള്ള ബന്ധത്തിലാണ്. ഇവിടെ ഹല്ലേലൂയ 4-ാം അധ്യായത്തിൽ ഹല്ലേലൂയ ഗോമരിനെ ഇസ്രായേൽ രാജ്യത്തോടുള്ള ബന്ധത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ, ഇസ്രായേൽ രാജ്യത്തുള്ളതായ ജനങ്ങൾ ഉൾപ്പെടെ ഹല്ലേലൂയ രാജ്യവും അതിൽ പാർക്കുന്ന ജനത്തെയും ഗോമരിനോട് തുലനം ചെയ്തുകൊണ്ട് പറയുകയാണ്, ഹല്ലേലൂയ മക്കളെയും ഹല്ലേലൂയ ഭർത്താവിനെയും വിട്ട് ഹല്ലേലൂയ, സ്തോത്രം, മറ്റു ജാരന്മാരുടെ പിന്നാലെ പോയി അടിമച്ചന്തയിൽ അടിമയായി ഹല്ലേലൂയ ഒരു യജമാനിൽ നിന്ന് മറ്റൊരുത്തന്റെ അടുക്കലേക്ക് ഹല്ലേലൂയ വ്യഭിചാരകർമ്മത്തിന് വിൽക്കപ്പെടുന്നതായ ഒരടിമ സ്ത്രീയെ പോലെ, ഗോമരിനെ പോലെ ഞാൻ ഇസ്രായേൽ ആയിരിക്കുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം, നിന്റെ അമ്മയെ ഞാൻ സന്ദർശിക്കും എന്ന് പറയുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. ഇവിടെ ഹോശേയ പ്രവാചകൻ ഇത് പറയുമ്പോൾ പ്രവാചകൻ പറയുന്നത്, എന്റെ ഹൃദയം ഹല്ലേലൂയ എന്നെ വിട്ട് മാറിപ്പോയതായ ഗോമരിനെ 15 വെള്ളിക്കാശിന് വീണ്ടെടുക്കുവാൻ തക്കവണ്ണം ഹല്ലേലൂയ സ്നേഹമായിരിക്കുന്നത് പോലെ നിങ്ങൾ കർത്താവിലേക്ക് മടങ്ങി വരുന്നുവെങ്കിൽ നിങ്ങളെ വീണ്ടെടുക്കുവാൻ തക്കവണ്ണം കർത്താവെ ഒരുക്കമുള്ളവനാണ് എന്ന് പറഞ്ഞുള്ള ഹല്ലേലൂയ അർത്ഥത്തിലാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. താഴോട്ടുള്ള വാക്യങ്ങൾ പറയുമ്പോൾ ഞാൻ എഫ്രൈമിനെ ഓർക്കുമ്പോൾ ദുഃഖിക്കുന്നു, ഹല്ലേലൂയ, സ്തോത്രം, മനോവ്യസനപ്പെടുന്നു എന്നൊക്കെയും കർത്താവ് പറയുന്നത്
കാണുവാൻ സാധിക്കുന്നു. അതിന്റെ കാരണം ഹല്ലേലൂയ സ്തോത്രം, ദൈവം മനസ്സോടെ ഇസ്രയേലിനെ ശിക്ഷിക്കുന്നില്ല, മനസ്സോടുകൂടെ അല്ലല്ലോ അവൻ മനുഷ്യപുത്രന്മാരെ ശിക്ഷിക്കുന്നത് എന്ന് ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോൾ യാതൊരു മനുഷ്യനും ശിക്ഷിക്കപ്പെടുവാൻ, ഒരു രോഗിയായി തീരുവാൻ, ഒരു പാപിയായി തീരുവാൻ, നിത്യനരകത്തിലേക്ക് പോകുവാൻ, മരണത്തിന് അടിമയായി തീരുവാൻ നമ്മുടെ നല്ല കർത്താവ് ആഗ്രഹിക്കുന്നില്ല. പിന്നെ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? പാപത്തിന്റെ അടിമത്തത്തിൽ വീണതുകൊണ്ട്. ആകയാൽ കർത്താവിന്റെ സന്നിധിയിലേക്ക് കടന്നു വന്ന കർത്താവേ, എന്നെ രക്ഷിക്കണമേ, എന്റെ പാപക്കറകൾ അത് രക്താംബരം പോലെ ആയിരിക്കുന്നു, അത് കറപുരണ്ട തുണി പോലെ ആയിരിക്കുന്നു. ഇന്ന് അവിടുത്തെ തിരുരക്തത്താൽ കഴുകി ശുദ്ധീകരിച്ച്, അവിടുത്തെ രക്തത്താലുള്ള ശുദ്ധീകരണത്താൽ വിടുതൽ പ്രാപിച്ച് ഞാൻ മുഖാന്തരം ദേശം സന്തോഷിപ്പാൻ, ദേശം ദുഃഖിക്കാനല്ല, ദേശം സന്തോഷിപ്പാൻ, ദേശത്തിന്റെ വിളക്കായി ഹല്ലേലൂയ, ദേശത്തിന്റെ ഹല്ലേലൂയ സ്തോത്രം ഉപ്പായി തീരുവാൻ കർത്താവേ എന്നെ സഹായിക്കുമാറാകണമേ. അവിടുന്ന് എന്റെ വ്യവഹാരം ചെയ്യണമേ. ഇസ്രായേൽ മക്കളുടെ ഹല്ലേലൂയ കഠിന ശോധന സന്ദർഭത്തിൽ അവർ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ ഞങ്ങൾക്ക് വേണ്ടി വ്യവഹരിക്കണമേ. 4-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ കർത്താവ് ഇവിടെ വ്യവഹാരം നടത്തുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ഇസ്രായേൽ മക്കൾ ശിക്ഷിക്കപ്പെടുകയാണ്. എന്നാൽ ഹല്ലേലൂയ സ്തോത്രം ശുദ്ധീകരണത്തിൽ കൂടെ കുത്തിയവങ്കലേക്ക് നോക്കി അവരുടെ പാപക്കറകൾ ഏറ്റുപറഞ്ഞപ്പോൾ ഹല്ലേലൂയ കർത്താവിനെ ക്രൂശിച്ചതായ ഇസ്രായേൽ മക്കളുടെ പാപങ്ങൾ പോലും കർത്താവെ ഹല്ലേലൂയ ക്ഷമിച്ച് ഹല്ലേലൂയ ആ പൂർണ്ണ ശുദ്ധീകരണത്തിലേക്ക് അവരെ നടത്തിയെങ്കിൽ നമ്മുടെ കുറവുകളും കുറ്റങ്ങളും കർത്താവിന്റെ സന്നിധിയിൽ നാം ഏറ്റുപറയുമ്പോൾ കർത്താവെ ഹല്ലേലൂയ നമ്മുടെ പാപക്കറകളെ കഴുകിക്കളയും. നാം ഒരു കാര്യം ഇന്ന് രാത്രിയിൽ ഓർക്കണം, നമുക്ക് 2 അറ്റോർണീസ് ആണുള്ളത്. ഹല്ലേലൂയ ഈ ഭൂമിയിൽ ഹല്ലേലൂയ സ്തോത്രം നമുക്ക് ഹല്ലേലൂയ നല്ല കാര്യസ്ഥനായി പരിശുദ്ധാത്മാവുണ്ട്. ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയുന്ന ഇടത്ത് പോകണം, ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് പറയുന്ന വഴികളിൽ പോകണം. ആത്മാവേ അവിടുത്തെ നൽവഴികളിൽ എന്നെ നടത്തണമെന്ന് നാം എപ്പോഴും പ്രാർത്ഥിക്കണം. നമ്മുടെ തോന്നിവാസമുള്ള വഴിയിൽ പോയിട്ട് പരിശുദ്ധാത്മാവേ ഹല്ലേലൂയ എനിക്ക് വേണ്ടി വാദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചാൽ വാദിക്കാനിരിക്കുന്നവനല്ല പരിശുദ്ധാത്മാവേ. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചിട്ട് എനിക്ക് വേണ്ടി വാദിക്കണമെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവ് വാദിക്കുകയില്ല. ഹല്ലേലൂയ സ്തോത്രം. പരിശുദ്ധാത്മാവിന്റെ സന്നിധിയിൽ നമ്മെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. സ്വർഗത്തിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന ഒരുവനുണ്ട്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. നമുക്കറിയാം സക്കറിയ പ്രവചനം 3-ാം അധ്യായത്തിൽ ഹല്ലേലൂയ യോശുവ പുരോഹിതൻ മുഷിഞ്ഞ വസ്ത്രം ധരിച്ച് നിൽക്കുകയാണ്. സാത്താൻ അവനെ പഴി പറയുന്നതായ സന്ദർഭത്തിൽ ഹല്ലേലൂയ സാത്താനെ ഫൽസിക്കുന്നത്, യഹോവ സാത്താനെ ഫൽസിക്കുന്നത് കാണുവാനായിട്ട് സാധിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവനെ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയാണല്ലോ ഹല്ലേലൂയ ഇസ്രായേലിനെ തിരഞ്ഞെടുത്ത, യെരൂശലേമിനെ തിരഞ്ഞെടുത്ത കർത്താവ് നിന്നെ ഫൽസിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവീക തിരഞ്ഞെടുപ്പിനോടുള്ള ബന്ധത്തിലും ഹല്ലേലൂയ യഹൂദന്മാർ കടന്നുപോയതായ കഷ്ടതയുടെ ആ തീയോടുള്ള ബന്ധത്തിലും ഹല്ലേലൂയ സ്തോത്രം യോശുവ പുരോഹിതനെ ഹല്ലേലൂയ സ്തോത്രം നീതീകരിക്കുന്ന യഹോവയെ നമുക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഹല്ലേലൂയ മാലിന്യ വശങ്ങൾ കർത്താവിനോട് ഏറ്റുപറയുമ്പോൾ കർത്താവിന്റെ സന്നിധിയിൽ ഒരു പുതിയ തീരുമാനമെടുത്തിട്ട് കർത്താവെ അവിടുത്തെ ഹിതപ്രകാരം ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു, അവിടുത്തെ ആലോചനയിൽ ജീവിപ്പാൻ ആഗ്രഹിക്കുന്നു വന്ന് പൂർണ്ണമായി സമർപ്പിച്ച് നാം മുമ്പോട്ട് പോകുമ്പോൾ നമ്മുടെ വ്യവഹാരം കർത്താവ് എടുക്കും. നമ്മുടെ വ്യവഹാരം കർത്താവ് എടുത്താൽ ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ നീതിമാനായി ന്യായം വിധിക്കുന്ന കർത്താവ്, ഹല്ലേലൂയ സ്തോത്രം. പ്രാർത്ഥനയിൽ ഹല്ലേലൂയ ഇസ്രായേൽ മക്കൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന, നീതിയോടെ ന്യായം വിധിക്കുന്നവനെ. അപ്പൊ നമ്മുടെ കർത്താവ് ഹല്ലേലൂയ നമ്മുടെ വ്യവഹാരം ഏറ്റെടുക്കുമ്പോൾ പലപ്പോഴും ഞാൻ എൻ്റെ കർത്താവിനോട് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ എനിക്കെതിരായി നിൽക്കുന്ന ദുഷ്ടന്റെ പോരുകളിൽ എനിക്ക് വേണ്ടി നീ വ്യവഹാരം നടത്തണമേ. ഹല്ലേലൂയ സ്തോത്രം. കർത്താവ് വ്യവഹാരം നടത്തുന്ന ഒത്തിരി ഇടങ്ങളിൽ യിരെമ്യാ പ്രവചനത്തിൽ, യിശയ്യാ പ്രവചനത്തിലൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. യഹോവയുടെ ആലയ നിമിത്തം അവൻ വ്യവഹാരം നടത്തുമ്പോൾ ബാബേലിനെ ഹല്ലേലൂയ അവൻ പൂർണ്ണമായി നശിപ്പിക്കുകയും ഇസ്രായേലിന് ഉദ്ധാരണം കൊടുക്കുകയും ചെയ്യുകയും
ഇസ്രയേൽ യഹൂദയിൽ നിന്നും എടുത്തുകൊണ്ടുപോയതായ ദൈവത്തിന്റെ ആലയത്തിലെ സകല ഉപകരണങ്ങളും മടക്കി ലഭിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രി എന്റെ വിഷയത്തിൽ നീ വ്യവഹാരം നടത്തണം. ഹല്ലേലൂയ. എന്നെ ദണ്ഡിപ്പിക്കുന്ന ദുഷ്ടന്റെ കെട്ടുകളിൽ നിന്നും, അന്ധകാരത്തിന്റെ വ്യാപാര കെട്ടുകളിൽ നിന്നും എന്നെ വിടുവിക്കണം. നമുക്ക് ശക്തിയോടുകൂടെ പ്രാർത്ഥിക്കണം. എന്നാൽ പ്രാർത്ഥനയ്ക്ക് മുമ്പായിട്ട് കർത്താവ് നമ്മുടെ വ്യവഹാരം നടത്തണമെങ്കിൽ നാം നമ്മുടെ കർത്താവിനെ പോലെ വിശുദ്ധിയുള്ളവരായിരിക്കണം. നമ്മുടെ സ്വയനീതി കൊണ്ട് കർത്താവിന്റെ അടുക്കൽ പോകരുതേ. അങ്ങനെയെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം, ചുങ്കക്കാരനും ഹല്ലേലൂയ സ്തോത്രം അതുപോലെ തന്നെ പരീശനും പ്രാർത്ഥിക്കാൻ പോയ പോലെ ഇരിക്കും. നമ്മുടെ ചില സ്വയനീതി പറഞ്ഞ് പോയാൽ പരീശരൻ ഹല്ലേലൂയ അവന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കാതെ മടങ്ങിപ്പോയി. എന്നാൽ ആ ചുങ്കക്കാരൻ ഹല്ലേലൂയ അവന്റെ പാപങ്ങളെ ഏറ്റുപറഞ്ഞപ്പോൾ അവന്റെ പാപത്തിന് പരിഹാരം ലഭിച്ച് അവൻ സന്തുഷ്ടനായി മടങ്ങിപ്പോയതുപോലെ നമ്മുടെ കുറവുകളെ കർത്താവിന്റെ സന്നിധിയിൽ ഏറ്റുപറയുകയും കർത്താവെ അവിടുത്തെ ഹിതപ്രകാരം എന്റെ ജീവിതം കഴിപ്പാൻ ഞാൻ ഇഷ്ടപ്പെടുന്നുവെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാം. കർത്താവ് നമ്മെ ധന്യമായി അനുഗ്രഹിക്കട്ടെ. അടുത്ത ആഴ്ചയിൽ തുടർമാനമായി പഠിക്കുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. 6 വാക്യത്തോളം ചിന്തിപ്പാൻ തക്കവണ്ണം കർത്താവ് നമ്മെ സഹായിച്ചു. ഇനിയും ബാക്കിയുള്ള വാക്യങ്ങൾ അടുത്ത ആഴ്ചയിൽ ചിന്തിച്ച് നമുക്ക് മുമ്പോട്ട് പോകാം. കർത്താവിന്റെ കൃപയും അനുഗ്രഹവും പ്രാപിപ്പാൻ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവവചനം കേൾക്കുവാൻ കാതുകൾ കൂർപ്പിച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്തുകൊണ്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. കർത്താവ് നമ്മെ അനുഗ്രഹിക്കട്ടെ. കേൾക്കപ്പെട്ട വചനം നമുക്ക് അനുഗ്രഹമായി തീരട്ടെ. കർത്താവിന്റെ സമൃദ്ധി നമ്മുടെ മേൽ ചൊരിയട്ടെ. താങ്ക് യു. ആർക്കെങ്കിലും പ്രത്യേക പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ ഉണ്ടെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം അത് ഹല്ലേലൂയ അറിയിക്കുവാനുള്ള സമയമാണ്. കർത്താവിന്റെ സന്നിധി നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കണം. കർത്താവെ, ഇന്ന് രാത്രി എന്റെ വ്യവഹാരം എടുക്കണം. എനിക്കും ഒരു പ്രാർത്ഥനയുള്ളത് അതാണ്. കർത്താവെ, എന്റെ വ്യവഹാരം നീ എടുക്കണം. മനുഷ്യൻ എന്റെ വ്യവഹാരം എടുത്താൽ അവർ എന്നെ കളിയാക്കും. ഹല്ലേലൂയ. അവർ എന്റെ ഹൃദയം അറിയുന്നില്ല, എന്റെ അവസ്ഥ അറിയുന്നില്ല. എന്റെ കർത്താവിന്റെ സന്നിധിയിൽ ഹല്ലേലൂയ സ്തോത്രം എന്റെ ഹൃദയത്തെ നന്നായി അറിയുന്ന ഒരുവനേ ഉള്ളൂ, എന്റെ കർത്താവ് തന്നെ. എന്റെ കർത്താവ് എന്റെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ, എന്റെ കർത്താവ് എന്റെ പാപക്കറകളെ കഴുകി ശുദ്ധീകരിച്ചിട്ടുണ്ട് എങ്കിൽ, എന്റെ വ്യവഹാരം കർത്താവ് നടത്തുന്നുവെങ്കിൽ എന്റെ രോഗങ്ങൾക്ക് സൗഖ്യം ലഭിക്കും, എന്റെ ബന്ധനങ്ങൾ പൊട്ടിപ്പോകും. ഹല്ലേലൂയ. ദുഷ്ടന്റെ പോരിൽ നിന്നൊരു വിടുതലുണ്ടാകും. ഹല്ലേലൂയ. നീതിയോടെ ന്യായം വിധിക്കുന്ന നീതിമാനായ കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ കടന്നു എന്ന് കർത്താവേ, ഇന്ന് എന്റെ വ്യവഹാരം നടത്തണമേ. ഹല്ലേലൂയ സ്തോത്രം. ആ ദുഷ്ടനായ ന്യായാധിപതി ഹല്ലേലൂയ സ്തോത്രം ആ വിധവയായ സ്ത്രീയുടെ വ്യവഹാരം കേട്ട് അവൾക്ക് നല്ല ഉത്തരം കൊടുത്തുവെങ്കിൽ ഹല്ലേലൂയ സ്തോത്രം രാപ്പകൽ തന്നോട് പ്രാർത്ഥിക്കുന്ന വൃതന്മാരുടെ പ്രാർത്ഥനയുടെ കാര്യങ്ങളിൽ കർത്താവ് പെട്ടെന്ന് ഉത്തരം നൽകി നമ്മെ രക്ഷിക്കും. നമുക്കൊരു വ്യവഹാരമുണ്ടോ? അത് നമ്മുടെ വ്യവഹാരം നടത്തുന്നത് നാമല്ല. ഹല്ലേലൂയ. സ്വർഗത്തിൽ നമുക്കൊരു ലോയർ ഉണ്ടോ? ഇവിടെ നമുക്കൊരു ലോയർ ഉണ്ട്. ഈ ഭൂമിയിൽ പരിശുദ്ധ ആത്മാവ് സ്വർഗത്തിൽ പിതാവിന്റെ സന്നിധിയിൽ നമുക്ക് വേണ്ടി പക്ഷവാദം ചെയ്യുന്ന നമ്മുടെ രക്ഷകനായ കർത്താവ്, നീതിയുള്ള പിതാവ് സ്വർഗസ്ഥലത്ത് പിതാവിന്റെ നീതിയുള്ള സിംഹാസനത്തിന്റെ മുമ്പാകെ നിൽക്കുന്നു. കൊമ്പ് പറയുന്ന വമ്പും ദൂഷണവും നിമിത്തം ന്യായാസനങ്ങളെ വെച്ച പൊന്നു കർത്താവ്, നമ്മെ ദണ്ഡിപ്പിക്കുന്ന ദുഷ്ടന്റെ പോരിൽ നിന്നും, അന്ധകാരത്തിന്റെ പിടിയിൽ നിന്നും, രോഗത്തിന്റെ കെട്ടിൽ നിന്നും, അതിന്റെ കെടുതിയിൽ നിന്നും വിടുവിച്ച് ഒരു പൂർണ്ണ വിടുതലോടെ, ഒരു പൂർണ്ണ സൗഖ്യത്തോടെ, ഒരു പൂർണ്ണ സമൃദ്ധിയോടുകൂടെ മുമ്പോട്ട് പോകുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മെ സഹായിക്കട്ടെ. അതിനായി നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അത്യാവശ്യമായി വേണ്ടത് ഒരു പൂർണ്ണ സമർപ്പണമാണ്. അതിനായി ഏൽപ്പിച്ചേരും നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവ് നമ്മെ സഹായിക്കട്ടെ. ഇഫ് യു ഹാവ് എനി പ്രയർ റിക്വസ്റ്റ് ബ്രിങ് ഇറ്റ് ഫോർത്ത്. ഹല്ലേലൂയ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നതായിരിക്കും. താങ്ക് യു. ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ. കർത്താവിന്റെ സന്നിധിയിൽ അടിയനെയും കുടുംബത്തെയും താഴ്ത്തി ഏൽപ്പിക്കുന്ന കർത്താവേ, നീ തന്നെ ഹല്ലേലൂയ അടിയങ്ങളെ കർത്താവേ ഹല്ലേലൂയ വ്യവഹാരം നടത്തി കർത്താവേ അടിയങ്ങളെ നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ ഹൃദയങ്ങളെയും കർത്താവേ ഹൃദയത്തിന്റെ വേദനകളെയും കർത്താവ് അറിഞ്ഞു കർത്താവേ ഞങ്ങളെ സഹായിക്കണമേ എന്ന് കർത്താവേ ഇന്നത്തെ വചനത്തിന്റെ മുൻപാകെ താഴ്ത്തി ഏൽപ്പിക്കുകയാണ്. കർത്താവേ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ഒരു വാക്കായി കർത്താവേ ഉപ്പായി ജീവിക്കുവാൻ ഞങ്ങൾക്ക് കൃപ തരണമേ കർത്താവേ. ഞങ്ങൾ മുഖാന്തരം ദേശം കർത്താവേ, സഭ കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങൾ കർത്താവേ, ഞങ്ങളുടെ നെയ്ബർഹുഡ് അനുഗ്രഹം പ്രാപിക്കാം കർത്താവേ. ഈ സഹായിക്കണമേ കർത്താവേ. കർത്താവേ, നീ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, കുറവുകളെ ക്ഷമിക്കണമേ അപ്പ. ഏൽപ്പിക്കുന്ന കർത്താവേ, ജ്ഞാനമുള്ള ഹൃദയം തരണമേ കർത്താവേ, പരിജ്ഞാനം തരണമേ കർത്താവേ. അവരുടെ ദാസരടി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. God bless you. കേൾപ്പിച്ച വചനത്തിന്റെ മുൻ
ഞങ്ങളെ എന്നെയും എൻ്റെ കുടുംബത്തെയും പൂർണ്ണമായി ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ വ്യവഹാരം നടത്തുവാൻ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും വ്യവഹാരം നടത്തുവാൻ ഞങ്ങളെ എൻ്റെ പൊന്നു കർത്താവിൻ്റെ കരങ്ങളിൽ താഴ്ത്തിയേൽപ്പിക്കുന്നു. ദൈവദാസന്റെ വിലയേറിയ പ്രാർത്ഥനയെ ചോദിച്ചുകൊള്ളുന്നു. കുടുംബമായി ദൈവസന്നിധി താഴ്ത്തിയേൽപ്പിക്കുന്നു. ഞങ്ങളുടെ പാവക്കുറവുകളെല്ലാം കർത്താവ് ക്ഷമിച്ച് ഓരോ ദിവസങ്ങളും ശുദ്ധീകരണം പ്രാപിച്ചുകൊണ്ട് കുടുംബമായി കുഞ്ഞുങ്ങളുമായി ദേശത്തിന്റെ അനുഗ്രഹമായി മറ്റുള്ളവർ കർത്താവ് ഞങ്ങളെ കാണുന്ന ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ ഈ ദിവസങ്ങളിൽ കർത്താവ് സഹായിക്കേണ്ടത് ഉള്ളവർക്ക് അനുഗ്രഹപാത്രങ്ങളായി ഈ ദിവസങ്ങളിൽ ദേശങ്ങളിലായിരിക്കാൻ ഞങ്ങളെ താഴ്ത്തിയേൽപ്പിക്കുന്നു. ഒന്നുമില്ലാതെ ഞങ്ങളുടെ കുറവുകളും കുറ്റങ്ങളുള്ളവരാണെല്ലാം നാമത്തിൽ ക്ഷമിക്കുവാൻ കർത്താവ് ആദ്യം ഞങ്ങളുടെ വ്യവഹാരം നടത്തി കുടുംബമായി ഞങ്ങളെ പരിപാലിക്കേണ്ട ദൈവദാസനെ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഈ വചനത്തിന്റെ മുൻപിൽ എന്നെ തന്നെ എൻ്റെ കുടുംബത്തെയും കർത്താവിന്റെ കരങ്ങളിൽ സമ്പൂർണ്ണമായി സമർപ്പിക്കുന്ന കർത്താവ് ആഗ്രഹിക്കുന്ന അത് വിധത്തിലായി തീരുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ സഹായിക്കേണ്ടതിനായി ദേവദാസൻ പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള ദൈവമേ, സ്വർഗീയ പിതാവേ, ഇന്ന് രാത്രിയിലും അല്പസമയം അവിടുത്തെ വചനത്തിന് മുമ്പാകെ ആയിരിക്കാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചതിനാൽ സ്തോത്രം. ഞങ്ങളുടെ വ്യവഹാരം നടത്തുന്ന കർത്താവിനായി സ്തോത്രം. കർത്താവേ, ഞങ്ങൾക്ക് ദുഷ്ടൻ ഹുങ്കാരങ്ങൾ ചെയ്യുമ്പോൾ, ഞങ്ങൾക്കെതിരായ ദുഷ്ടൻ ഹല്ലേലൂയ സ്തോത്രം അഹന്ത പ്രവർത്തിക്കുമ്പോൾ, ഞങ്ങളെ ദണ്ഡിപ്പിക്കുവാൻ ശ്രമിക്കുമ്പോൾ, ശരീരത്തിൽ ആത്മാവിൽ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളെ തകർക്കുവാൻ ശ്രമിക്കുമ്പോൾ, രോഗങ്ങളിട്ട് ദണ്ഡനങ്ങളിട്ട് പീഡനങ്ങളിട്ട് ഞങ്ങളെയും ഞങ്ങളുടെ തലമുറകൾക്കെതിരായി ദുഷ്ടൻ എതിർത്തു നിൽക്കുന്നതായ സന്ദർഭത്തിൽ ഞങ്ങളുടെ വ്യവഹാരം നടത്തുന്ന നീതിയുള്ള ന്യായാധിപതിയെ, പിതാവിന്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഞങ്ങളുടെ യേശു രക്ഷകനെ, അവിടുത്തെ രക്തത്താൽ ഞങ്ങളുടെ പാപക്കറകളെ കഴുകി ശുദ്ധീകരിച്ച് ഹല്ലേലൂയ ഞങ്ങൾ വെണ്മയും വെടിപ്പുമുള്ളവരായി അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുവാൻ ഇടയാക്കണമേ. വേണ്ടും വണ്ണം പ്രാർത്ഥിപ്പാൻ ഞങ്ങൾക്കറിയത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. അവിടുത്തെ പരിശുദ്ധ ഹല്ലേലൂയ ഞങ്ങളുടെ അധരങ്ങളിൽ ഹല്ലേലൂയ അവിടുത്തെ ദൈവഹിതപ്രകാരമുള്ള പ്രാർത്ഥന കഴിക്കുവാനും ഞങ്ങളെ തന്നെ കർത്താവിന്റെ സന്നിധിയിൽ പൂർണ്ണമായി ഏൽപ്പിച്ച് അവിടുത്തെ ആലോചനയിൽ മുതിർന്ന് മുമ്പോട്ട് വരുവാനും ഇടയാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി വചനം കേട്ട പ്രിയപ്പെട്ടവരെ അനുഗ്രഹിക്കണമേ. അവർ ആയിരിക്കുന്ന സ്ഥാനങ്ങളിൽ കർത്താവ് കൂടെ ഇരിക്കണമേ. എല്ലാ രോഗങ്ങൾ, പ്രശ്നങ്ങൾ, പ്രയാസങ്ങളിൽ നിന്ന് വിടുവിക്കണമേ. വിശേഷാൽ ഇന്ന് രാത്രിയിൽ കുടുംബമായി വ്യക്തികളായി അവിടുത്തെ സന്നിധിയിൽ സമർപ്പിച്ച് ഹല്ലേലൂയ വ്യവഹാരം ഹല്ലേലൂയ ജീവിതത്തിൽ കുടുംബത്തിൽ തലമുറകളിൽ വെളിപ്പെട്ടു വരുവാൻ കർത്താവിന്റെ കണ്ണുകളിലേക്ക് നോക്കിയിരിക്കുന്ന അവിടുത്തെ പ്രിയപ്പെട്ടവരുടെ അപേക്ഷ കർത്താവ് കേൾക്കുകയും കർത്താവ് എഴുന്നേൽക്കണമേ. അവിടുത്തെ ഭുജവീര്യം ഹല്ലേലൂയ പ്രവർത്തിക്കുമാറാകണമേ. ഹല്ലേലൂയ എതിരാ നിൽക്കുന്ന ദുഷ്ടന്റെ പോരുകൾ അതിന്റെ ആഴങ്ങൾ അഴിഞ്ഞു മാറുവാൻ ഇടയാക്കണമേ. ഞങ്ങൾ മുഖാന്തരം ദേശം അനുഗ്രഹം പ്രാപിപ്പാൻ അവിടുത്തെ ദൈവ പരിജ്ഞാനം മുഖാന്തരം വിശുദ്ധിയിൽ, ഭക്തിയിൽ, ദൈവകൃപയിൽ ജീവിപ്പാൻ ഞങ്ങൾക്കിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ തന്നെ സ്വയശോധന ചെയ്ത് പരീക്ഷയിൽ അകപ്പെടാതെ ദുഷ്ടങ്ങൾ ഞങ്ങളെ രക്ഷിച്ച് കർത്താവിന്റെ തിരുഹിത പ്രകാരം ഞങ്ങളുടെ ജീവിതം ചെയ്യുവാൻ ഇടയാക്കണമേ. വ്യക്തിപരമായി കുടുംബപരമായി ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ കൊച്ചുമക്കളെയും ഒക്കെ അവിടുത്തെ സന്നിധിയിൽ ഏൽപ്പിക്കുകയാണ്, ദേശത്തെ ഏൽപ്പിക്കുകയാണ്. ഈ ദേശത്തെ ഹല്ലേലൂയ, ഈ രാജ്യത്തെ ഹല്ലേലൂയ, ഈ ഭൂമിയുടെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിനെ സേവിക്കുന്ന മക്കളെ ദണ്ഡിപ്പിക്കുന്ന ദുഷ്ടന്റെ പോരുകൾ അതിന്റെ ആഴങ്ങൾ അഴിഞ്ഞു മാറി ഹല്ലേലൂയ രോഗത്തിന്റെ കെട്ടിൽ നിന്ന്, ബന്ധനങ്ങളിൽ നിന്ന് ജനം വിടുവിക്കപ്പെട്ട് കർത്താവിനെ അനുഭവിച്ചറിഞ്ഞ് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായി ഉത്തമ സാക്ഷികളാക്കി ഞങ്ങളെ തീർത്ത് ജ്വലിച്ചു പ്രകാശിക്കുന്ന വിളക്ക് പോലെ പ്രകാശിപ്പാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നൂറുമേനി അവിടുത്തെ വചനം വിളയുമാറാകട്ടെ കർത്താവേ. ഹല്ലേലൂയ. ഓക്ലഹോമ പ്രയർ ലൈനിനെ അനുഗ്രഹിക്കണമേ. വിവിധ വിഷയങ്ങൾക്ക് വേണ്ടി അവിടുത്തെ മക്കളെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അതിനൊക്കെയും ഉത്തരം നൽകണമേ. യേശു രക്ഷകന്റെ നാമത്തിൽ തന്നെ. കർത്താവായ യേശു, പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിച്ച് വഴി നടത്തുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മോട് നാം പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ഇന്ന് രാത്രിയിലും കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവായ യേശുവേ വരേണമേ. താങ്ക് യു ആൾ.
കർത്താവിന് നന്ദിയോടെ സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തിന്റെ വചനത്തിന് മുമ്പിൽ എന്നെ തന്നെ താഴ്ത്തി സമർപ്പിക്കുന്നു. രാത്രികാലം കേൾപ്പിച്ച വചനം നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീർന്നിരിക്കാൽ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോൺ വർഗീസിനോടുള്ള പ്രത്യേകമായ നന്ദി അറിയിക്കുന്നു. കർത്താവിന്റെ ദാസനെ ദൈവമായ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനിയും അനേകർക്ക് അനുഗ്രഹവും വിടുതലുമായി തീരുവാൻ തക്കണം കർത്താവിന്റെ ദാസനെ ദൈവമായ കർത്താവ് കയ്യിലെടുത്ത് ഉപയോഗിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാൻ തുടർന്ന് കർത്താവിന്റെ ദാസന് വേണ്ടി പ്രാർത്ഥിക്കാം. ഇന്ന് രാത്രികാലം പങ്കെടുത്ത് എല്ലാവരോടുമുള്ള നന്ദി പ്രത്യേകം അറിയിക്കുന്നു. മനോഹരമായ ഗാനം പാടിയതായ സിസ്റ്റർ റെനീജ ജോർജിനുള്ള നന്ദി അറിയിക്കുന്നു. ഈ സെഷൻ ലീഡ് ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജെ എബ്രഹാം മത്തായി ഉള്ള നന്ദി അറിയിക്കുന്നു. ദൈവമായ കർത്താവ് തന്റെ ദാസനെ ബലപ്പെടുത്തട്ടെ, ശക്തീകരിക്കട്ടെ. സ്തോത്രം, ഹല്ലേലൂയ. നന്ദിയോടെ സ്തോത്രം. ദൈവത്തിന്റെ പരിജ്ഞാനമില്ലാത്തതിനാൽ ദൈവം അവരെ ഉചിതമല്ലാത്ത ചെയ്യുവാൻ നികൃഷ്ട ബുദ്ധിക്ക് ഏൽപ്പിച്ചു കൊടുത്തു. ഇന്ന് രാത്രികാലം ദൈവിക പരിജ്ഞാനത്തിൽ തികഞ്ഞവരായി തീരുവാൻ ദൈവസനയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. നീതിയോടെ നമുക്ക് വേണ്ടി ന്യായം വിധിക്കുന്നവനായ കർത്താവ്, ഹല്ലേലൂയ സ്തോത്രം. നമുക്കെതിരായി നിൽക്കുന്ന ദുഷ്ടന്റെ പോരുകളിൽ, ഹല്ലേലൂയ സ്തോത്രം, ദുഷ്ടൻ തന്റെ ഹുങ്കാരം മുഴക്കുമ്പോൾ, അഹന്ത നമുക്കെതിരായി പ്രവർത്തിക്കുമ്പോൾ, ഹല്ലേലൂയ കർത്താവേ നീ ഞങ്ങൾക്കായി വ്യവഹാരം നടത്തണമേ എന്ന് നമുക്ക് ദൈവത്തോട് നിലവിളിക്കാം. ഇന്ന് രാത്രികാലം ദൈവസനയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവ് ജീവിക്കുന്നുവെന്ന് ദൈവവചനത്തിൽ കൂടെ കേൾക്കുവാനിടയായല്ലോ. നന്ദിയോടെ സ്തോത്രം. നമ്മുടെ സ്വയനീതി ഒന്നും ദൈവസനയിൽ പറയാതെ, ഓ ഹല്ലേലൂയ, നമ്മുടെ പാപങ്ങളെ നമ്മുടെ കുറ്റങ്ങളെ ഏറ്റുപറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ കർത്താവിനോട് യാചിക്കാം. ഇന്ന് രാത്രികാലം ദൈവസനയിൽ നമ്മെ തന്നെ താഴ്ത്തി സമർപ്പിക്കാം. ഇസ്രായേൽ മക്കളെ, യഹോവയുടെ വചനം കേൾക്കുവീൻ. ഹല്ലേലൂയ സ്തോത്രം. അന്ന് കേൾപ്പിച്ചതായ വചനത്തിന് മുമ്പിൽ, ഹല്ലേലൂയ വചനത്തിനനുസരിച്ച് മുമ്പോട്ട് പോകുവാൻ തക്കോണം, ഹല്ലേലൂയ സ്തോത്രം, നമുക്ക് ദൈവസനയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ. നീ നിന്റെ ദൈവത്തിന്റെ ന്യായപ്രമാണം മറന്നു കളഞ്ഞതുകൊണ്ട് ഞാൻ നിന്റെ മക്കളെ മറക്കും. ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വചനം, രാത്രികാലം കേട്ട വചനം ഒരിക്കലും മറന്നു പോകാതെ അതിന് കീഴ്പ്പെട്ടുകൊണ്ട് ജീവിപ്പാൻ തക്കോണം ദൈവമായ കർത്താവ് നമ്മെ എല്ലാവരെയും സഹായിക്കട്ടെ. ഇന്ന് രാത്രികാലം ദൈവമായ കർത്താവ് നമ്മെ അനുഗ്രഹിച്ചത് ഓർത്തുകൊണ്ട് കർത്താവിന് നമുക്ക് സ്തോത്രം കരയറ്റാം. നന്ദിയോടെ സ്തോത്രം. നാളെ രാവിലെ 5 മണിക്ക് വീണ്ടും ദൈവസനിൽ കടന്നു വന്ന് ഒരുമിച്ച് പ്രാർത്ഥിപ്പാൻ തക്കോണം ദൈവമായ കർത്താവ് നമ്മെ സഹായിക്കട്ടെ. നാളെ വൈകിട്ട് 9 മണിക്ക് ബൈബിൾ സ്റ്റഡി ഉണ്ടായിരിക്കും. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ മാത്തിക്കുട്ടി സാമുവൽ ദൈവത്തിന്റെ വചനത്തിൽ നമ്മോട് സംസാരിക്കുന്നതാണ്. എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥനയോടെ കടന്നു വരുവാൻ, മറ്റുള്ളവരെയും അതിലേക്ക് ഉത്സാഹിപ്പിക്കുവാൻ തക്കോണം ശ്രമിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ഇന്ന് രാത്രികാലം പങ്കെടുത്ത എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടി അറിയിക്കുന്നു. താങ്ക് യു. ഹാവ് എ ബ്ലെസ്ഡ് നൈറ്റ്. ആനന്ദത്തിൻ അശ്രു പൊഴിഞ്ഞിടുമേ യേശുവേ രക്ഷകാ, നിന്നെ സ്നേഹിക്കും ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും യേശുവേ താണിടാതൻ പാദം ഉറപ്പുള്ള പാറമേൽ നിർത്തി പാടാൻ പുതുഗീതം നാവിൽ തന്നു. പാടും സ്തുതികൾ എന്നേശുവിന്. യേശുവേ രക്ഷകാ, നിന്നെ ഞാൻ സ്നേഹിക്കും ആയുസ്സിൻ നാളെല്ലാം നന്ദിയാൽ പാടിടും യേശുവേ രക്ഷകാ.
ഉള്ളം കലങ്ങിടും വേളയിലൻ ഉള്ളിൽ വന്നേശു ചൊല്ലിടുന്നു, എല്ലും ഭയം വേണ്ട എൻ മകനേ, എല്ലാ നാളും ഞാൻ കൂടെയുണ്ട്.